Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഭരണവിരുദ്ധ വികാരം താഴെത്തട്ടിൽ ശക്തമായി പ്രചരിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിന് സമാപനം. സർക്കാരിനെതിരെ സമരം ശക്തമാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം പിടിച്ചെടുക്കാൻ കർമ്മ പദ്ധതിയായി. അതേസമയം പണത്തിനോടുള്ള ആർത്തിയാണ് പാർട്ടിയിലെ പ്രധാന പ്രശ്നമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനായി മുൻകൂട്ടി ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ആദ്യ ലക്ഷ്യം കൈയകലത്തിലുള്ള നിയമസഭ, ലോക്സഭ ഉപതെരഞ്ഞെടുപ്പുകൾ, പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പ്. 6 കോർപ്പറേഷനുകളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നിവർക്ക് നൽകി. സംസ്ഥാന സർക്കാർ ജനങ്ങളിൽ നിന്ന് അകന്നുപോയെന്നും കേരളത്തെ മുന്നോട്ട് നയിക്കാൻ ഇടതുമുന്നണിക്ക് കാഴ്ചപ്പാടില്ലെന്നും KC വേണുഗോപാൽ. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സജീവമായി മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് എല്ലാവരും നൽകിയത്. എന്തായാലും ഈ ക്യാമ്പ് 2 ദിവസത്തെ ഈ ക്യാമ്പ് വരുന്ന ദിവസങ്ങളിലെ തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ സജ്ജമാക്കത്തക്കവണ്ണം പാർട്ടി മിഷനറിയെ ഊർജ്ജസ്വലമാക്കുന്നതിന് സഹായകരമാകുന്ന ക്യാമ്പായിട്ട് മാറിയിട്ടുണ്ട്. പണത്തിനോടുള്ള ആർത്തിയാണ് പാർട്ടിക്കുള്ളിലെ പ്രധാന പ്രശ്നമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെറ്റായ ഒന്നിനെയും വെച്ചു പൊറപ്പിക്കില്ല. പെരുമാറ്റ രീതിയും പ്രശ്നമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പണത്തിന്റെ ആർത്തി ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അത് കാണണം. പെരുമാറ്റ രീതി എല്ലാം മാറ്റണം. തിരുത്തേണ്ടതെല്ലാം തിരുത്തും. ശരിയിലേക്ക് നീങ്ങാൻ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലൊക്കെ പെശകുണ്ടാവും, തെറ്റുണ്ടാവും. അതൊക്കെ ഞങ്ങൾ തിരുത്തി മുമ്പോട്ടേക്ക് പോകും. തെറ്റായ ഒരു പ്രവണതയെയും വെച്ച് ഉറപ്പിക്കുന്ന പ്രസ്ഥാനമല്ല ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത് എവിടെയായാലും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ചോദ്യം ഇതാണ്: ജനങ്ങളുമായുള്ള അകൽച്ച വോട്ടാക്കാനോ? ഉണ്ണിബാലകൃഷ്ണൻ, KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ വലിയ ആവേശമായിരുന്നു, ആത്മവിശ്വാസമുണ്ടായിരുന്നു. കെ മുരളീധരൻ പങ്കെടുത്തിരുന്നില്ല എന്നതൊഴിച്ചു നിർത്തിയാൽ വലിയ രീതിയിലുള്ള ചോർച്ചയൊന്നും ഉണ്ടായിരുന്നുമില്ല. വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് നേതാക്കൾ പ്രതികരിക്കുന്നത്. അതിൽ പറഞ്ഞ ഒരു പോയിന്റ്, ഈ സർക്കാരിനെതിരെ ജനവികാരം ശക്തമാണ്. അത് പൂർണ്ണമായും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമുക്ക് വോട്ടാക്കി മാറ്റാൻ സാധിക്കണം. ആ രീതിയിൽ സംഘടനാ മെഷീനറിയെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കണം. അതിനുള്ള ചർച്ചകളാണ് ഈ 2 ദിവസം നടന്നത്. ആ വിഷനിലും പറയുന്നത് അത് തന്നെയാണ്. ഈ ജനങ്ങളുമായുള്ള അകലം വോട്ടാക്കി മാറ്റാനാണോ? നോക്കൂ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിസ്സംശയം മുന്നോട്ട് വയ്ക്കുന്നൊരു യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾക്ക് സർക്കാരിനെതിരായിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു വികാരമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായും 2024 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി കേരളം വോട്ട് ചെയ്യുമ്പോഴും അവരുടെ ഒന്നാമത്തെ ചോയ്സായിട്ട് UDF വന്നത്. LDF ജനപ്രിയമല്ലാത്ത ഒരു സർക്കാരായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല CPMന് പോലും സംശയമുണ്ട് എന്ന്. ഇപ്പോൾ നമ്മൾ MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസംഗം കേട്ടു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, തെറ്റായ ഒരു പ്രവണതകളും ഇനി വെച്ചു പൊറപ്പിക്കില്ല. പെരുമാറ്റ രീതി തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരണം. പണത്തിനോടുള്ള ആർത്തി സഖാക്കൾക്കുണ്ടാകുന്നു. പണം സമ്പാദിക്കാം എന്ന ഒറ്റ വിചാരവുമായി പാർട്ടിയിലേക്ക് ആളുകൾ എത്തുന്നു. അപ്പോൾ ഇതെല്ലാം മാറേണ്ടതുണ്ട് എന്ന് CPM പോലും വിലയിരുത്തുന്നത് CPMനെതിരായൊരു ജനവികാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ആ തിരുത്തൽ പ്രക്രിയയിലേക്ക് പോകുന്നത്. ഇവിടെ സ്വാഭാവികമല്ലേ അത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ടാക്കി മാറ്റി അധികാരത്തിൽ വരാൻ UDFും കോൺഗ്രസും ശ്രമിക്കുമെന്നുള്ളത്. ഇന്നിപ്പോൾ അവസാനിച്ചിരിക്കുന്ന ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ കാണുന്നത്, സാധാരണഗതിയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ കോൺഗ്രസ് ഒരു കേഡർ പാർട്ടി അല്ലല്ലോ. അതിൻ്റെ ഒരു സ്വാഭാവികമായ ഉഴപ്പുണ്ട്. ഇന്നിപ്പോൾ അത്ഭുതകരമായൊരു തീരുമാനമാണല്ലോ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓരോ കോർപ്പറേഷനും ചുമതല കൊടുത്തിരിക്കുന്ന ആർക്കൊക്കെയാണ്? കണ്ണൂർ കോർപ്പറേഷൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് KPCC അധ്യക്ഷനായ K സുധാകരനാണ്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്കാണ്. അതേപോലെ എറണാകുളം കോർപ്പറേഷൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് AICC സെക്രട്ടറി ആയിട്ടുള്ള PC വിഷ്ണുനാഥിനാണ്. ഇങ്ങനെ ഒരു രീതി കോൺഗ്രസിൽ നമ്മൾ കണ്ടിട്ടില്ല. നോക്കൂ, കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തുക എന്നുള്ള ഉത്തരവാദിത്വം
കെ സുധാകരൻ്റെതായിരിക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ള ഉത്തരവാദിത്വം രമേശ് ചെന്നിത്തലയുടേതായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം തീരുമാനങ്ങൾ കോൺഗ്രസ്സിൽ വളരെ അസ്വാഭാവികമാണ് എന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് നോക്കൂ, ഇത്തരത്തിൽ ഗൗരവത്തോടെ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് ഒരാലസ്യവും പാടില്ല, അമിതമായ ആത്മവിശ്വാസവും പാടില്ല. ഇപ്പോൾ സർക്കാരിനെതിരായും CPM-നെതിരായും രൂപപ്പെട്ടു വന്നിരിക്കുന്ന ജനകീയ വികാരത്തെ പരമാവധി മുതലെടുത്തുകൊണ്ട് അത് വോട്ടാക്കി മാറ്റി തദ്ദേശ തെരഞ്ഞെടുപ്പിലും നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കണമെന്നുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് കൂടി ഞാൻ പറയാം. നോക്കൂ, വേഗം തന്നെ കോൺഗ്രസ് നന്നാകൂ, എന്നിട്ട് CPM-നെ നമുക്ക് തോപ്പിച്ച് കളയാം എന്നുള്ളതല്ല ഈ ചർച്ചയുടെ ലക്ഷ്യം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ UDF-ഉം അതുപോലെ തന്നെ LDF-ഉം മുഖാമുഖം നിന്ന് മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിലുള്ളത്. കേരളത്തിലൊരു മൂന്നാം ചേരി ശക്തമായിരിക്കുന്നു. അതാണല്ലോ 2024 തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. 20% വോട്ടാണ് BJP ഒറ്റയ്ക്ക് നേടിയിരിക്കുന്നത്. ഒരു പാർട്ടിയുടെ 20% വോട്ടെന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? വലിയ അത്ഭുതങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. ഞാൻ 2017 അന്ന് BJP-യുടെ അധ്യക്ഷനായിട്ടുള്ള അമിത്ഷായെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അന്ന് അമിത്ഷായോട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾക്ക് കേരളത്തിൽ കേവലം 13% വോട്ടാണുള്ളത്, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ സംസ്ഥാനം പിടിക്കാൻ പോകുന്നത്? 2017 അദ്ദേഹം രാഷ്ട്രീയ അധ്യക്ഷനായിരിക്കുമ്പോഴാണ്. അന്ന് അദ്ദേഹം പറയുന്നൊരു മറുപടി ഉണ്ട്, ഞങ്ങൾ ഗുജറാത്തിൽ അധികാരത്തിൽ വരുന്നതിന് തൊട്ടുമുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന വോട്ട് എത്രയായിരുന്നു അറിയാവോ? 11%. അത് കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഗുജറാത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് തൊട്ടുമുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ എത്രയായിരുന്നു BJP-യുടെ വോട്ടെന്നറിയാവോ? 9% അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ 13% കുറച്ച് കാണണ്ട, ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കേണ്ടത് എന്ന്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ 9ഉം 11ഉം അല്ല, 20% BJP-യുടെ വോട്ടെന്ന് പറയുന്നത് അതിനെ നിസ്സാരമായി കാണണ്ട. ഇവിടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഒരു പാർട്ടിയിലും അണിയായി ചേരാത്ത അല്ലെങ്കിൽ അനുഭാവികളായി പോലും നിൽക്കാത്ത ഒരു നല്ല ശതമാനം ആളുകൾ വോട്ടർമാരുണ്ട്. ആ വോട്ടർമാരെ നമ്മൾ വിളിക്കുന്നത് നിഷ്പക്ഷ വോട്ടർമാർ എന്നാണ്. ആ നിഷ്പക്ഷ വോട്ടർമാരാണ് എപ്പോഴും ഏത് മുന്നണി ജയിക്കണം പരാജയപ്പെടണമെന്നും തീരുമാനിക്കുന്നത് കേരളത്തിൽ. ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താ? നാളിതുവരെ UDF-നോടൊരു എതിർവികാരം ഉണ്ടാകുമ്പോൾ ഈ നിഷ്പക്ഷ വോട്ടർമാർ LDF-ന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. LDF-ന് എതിർവികാരമുണ്ടാകുമ്പോൾ അവർ നേരെ UDF-ന് വോട്ട് ചെയ്യും. ഇങ്ങനെ 2 ചോയ്സിലാണ് ഈ പറയുന്ന കേരളത്തിലെ നിഷ്പക്ഷ വോട്ടിംഗ് സമൂഹം നിലനിന്നിരുന്നത്. എന്നാൽ അവർക്കൊരു മൂന്നാം ചേരി കൂടി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് UDF-നെ സംബന്ധിച്ചിടത്തോളവും LDF-നെ സംബന്ധിച്ചിടത്തോളവും ഈ മൂന്നാം ചേരി ഒരുപോലെ വെല്ലുവിളിയാണ്. അവിടെ ഞാൻ എപ്പോഴും പറയുന്നൊരു പ്രശ്നമുണ്ട്, കോൺഗ്രസിനൊരു തകർച്ച വന്നപ്പോഴൊക്കെ അതിൻ്റെ നേട്ടമുണ്ടാക്കിയിട്ടുള്ളത് BJP ആണെന്ന് മനസ്സിലാക്കണം. ഞാൻ അതുകൊണ്ടാണ് ദേശീയ സാഹചര്യം പറയുന്നത്. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഇല്ലാതായ അവിടെ സമാജ്വാദി പാർട്ടി ഇല്ലാതായിട്ടില്ല, അവിടെ BSP ഇല്ലാതായിട്ടില്ല, അവിടെ കോൺഗ്രസ് ആണ് ഇല്ലാതായത്. BJP മുന്നേറ്റം നടത്തി 1ാം സ്ഥാനത്തെത്തി. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ആണ് ഇല്ലാതായത്, അവിടെ NCP ഉണ്ട്, ശിവസേനയുണ്ട്, BJP മുന്നേറ്റം നടത്തി. അതേപോലെ തന്നെയാണ് ബീഹാറിൽ രാഷ്ട്രീയ ജനതാദളുണ്ട്, ജനതാദൾ യുണൈറ്റഡ് ഉണ്ട്, കോൺഗ്രസ് ആണ് നിലംപരിശായത്, BJP മുന്നേറ്റം നടത്തി. അപ്പോൾ എവിടെയൊക്കെ കോൺഗ്രസ് തകർന്നിട്ടുണ്ടോ അവിടെയൊക്കെ ആ സാഹചര്യത്തെ പരമാവധി മുതലെടുത്ത് 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് BJP ആണെന്നൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം ദേശീയ രംഗത്ത് നിൽക്കുന്നുണ്ട്. BJP-യിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വോട്ടുകളുടെ ഒരു സ്വഭാവം എടുത്തു നോക്കൂ. അതും ചെറിയ വെല്ലുവിളിയല്ല, 2 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ വെല്ലുവിളികളല്ല. നമ്മൾ വിശദമായി വിലയിരുത്തിയിട്ടുണ്ടല്ലോ. പിന്നാക്ക സമുദായങ്ങൾ എപ്പോഴും അടിയുറച്ചു നിന്നിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പമാണ്. പിന്നാക്ക സമുദായങ്ങൾ, ആ സമുദായങ്ങളിൽ നിന്നൊരു വിഭാഗത്തെ അടർത്തിയെടുക്കാൻ ഇപ്പോൾ BJP-ക്ക് സാധിച്ചിരിക്കുന്നു. മുന്നാക്ക വിഭാഗങ്ങളിൽ നല്ലൊരു വിഭാഗം എപ്പോഴും അടിയുറച്ചു നിന്നിട്ടുള്ളത് കോൺഗ്രസിനോടൊപ്പമാണ്. അത്തരത്തിലുള്ള ലീഡർഷിപ്പ് ആണല്ലോ കോൺഗ്രസിനുണ്ടായിരുന്നത്. ആ സ്വാഭാവികമായും ആ വോട്ട് ബാങ്കിൽ നിന്നും ഒരു ചോർച്ചയുണ്ടായിട്ട് അത് BJP-യിലേക്ക് പോകുന്ന സാഹചര്യം വരുന്നു. എന്തിനേറെ ന്യൂനപക്ഷ സമുദായമായിട്ടുള്ള ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്ക് പോലും BJP-ക്ക് കടന്നു കയറാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളവും LDF-നെ സംബന്ധിച്ചിടത്തോളവും 2024 പോലെയല്ല, 2025 നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തെ എങ്ങനെ മാറ്റിമറിക്കാൻ പോകുന്നു എന്നുള്ളത് പ്രവചനാതീതമാണ്. കാരണം നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്ന ഒരു രാഷ്ട്രീയ വോട്ടിംഗ് രീതിയൊക്കെ മാറിയിരിക്കുന്നു, സാമുദായിക കോമ്പിനേഷൻസ് മാറിയിരിക്കുന്നു, ഒരു മൂന്നാം ചേരി പ്രബലമായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് CPM-നേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വത്തോട് കോൺഗ്രസ് പ്രവർത്തിക്കേണ്ടതുണ്ട്. കാരണം എനിക്ക് CPM-നൊരു വിശ്വാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ CPM ഒരു സംഘടന എന്ന നിലയ്ക്ക് കെട്ടുറപ്പുള്ളൊരു സംവിധാനമാണ്. അവർക്കൊരു കേഡർ സിസ്റ്റമുണ്ട്. ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ ഈ 2024 പരാജയം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാതിരിക്കാൻ പോകുന്ന ഒരു പാർട്ടിയോ മുന്നണിയോ അല്ല ഇടതുപക്ഷം. അതിശക്തമായി അവരവരുടെ പ്രവർത്തകരെ സംഘടിപ്പിക്കും, അവരവരുടെ ആശയ നിർമ്മാണം നടത്തും, ആ ആശയവുമായി ജനങ്ങളിലേക്ക് പോകും. ഞാൻ വിചാരിക്കുന്നത് ഈ പലതരത്തിലുള്ള തിരുത്തൽ പ്രക്രിയകളിലൂടെ അവരവരുടെ പ്രതിച്ഛായ നിർമ്മാണം സൂക്ഷ്മമായി തന്നെ നിർവഹിക്കും. അങ്ങനെ ചെയ്യാൻ കഴിയുന്നൊരു മെക്കാനിസം CPM-നുണ്ട്, ഇടതുപക്ഷത്തിനുണ്ട്. എന്നാൽ കോൺഗ്രസ് ഉണർന്നു പ്രവർത്തിക്കാത്ത പക്ഷം ആ സംഘടനയുടെ ഒരു സ്വഭാവം തന്നെ ആലസ്യത്തിലാണല്ലോ. 2019 വലിയ വിജയത്തിന് ശേഷം
മറ്റൊരു സവിശേഷമായ സാമൂഹിക സാഹചര്യം രൂപപ്പെട്ടു വന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ 2021 ഈ പറയുന്ന തുടർഭരണം ഉണ്ടായത്. അത് കേവലം കോൺഗ്രസിൻ്റെ ആലസ്യമോ മാത്രമായിട്ട് ഞാൻ വിലയിരുത്തുന്നില്ല. ഇനി അവർ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ പോലും മറ്റൊരു സാമൂഹിക സാഹചര്യം രൂപപ്പെട്ടു വരികയും ആ സാഹചര്യം സർക്കാരിനെ ജനപ്രിയമാക്കുകയും മുഖ്യമന്ത്രി ഒരു രക്ഷകനായിട്ട് ആളുകൾ കാണുന്നൊരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ 2024 സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിരുദ്ധ തരംഗമുണ്ടെന്നും ആ വിരുദ്ധ തരംഗം മുഴുവൻ ഞങ്ങൾക്ക് അനുകൂലമായ വോട്ടായി മാറാൻ പോകുന്നു എന്നുമുള്ള ഒരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ആ രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പരമാവധി വോട്ടാക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ നന്നായി പ്രവർത്തിക്കണം. ഇനി CPM ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഈ 24 തെരഞ്ഞെടുപ്പിന് ശേഷം എന്തൊക്കെയാണ് ഈ തിരുത്തൽ വരുത്തും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇന്ന് പോലും ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് എന്താ, പെരുമാറ്റം പോലും മോശമാണെന്ന്. കഴിഞ്ഞ ദിവസം അരുവിക്കരയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത എന്താ, അരുവിക്കരയിലെ MLA ആണ് സ്റ്റീഫൻ അല്ലേ, ഒരു വിവാഹ ചടങ്ങിന് മുമ്പ് അവിടെ പോകുന്നു, ഒരു ഓഡിറ്റോറിയത്തിൽ പോയിട്ട് MLA കാർ പാർക്ക് ചെയ്യുന്നു. അദ്ദേഹം ആ ചടങ്ങിലാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ അവിടെ വേറൊരാൾ വന്ന് ആ വണ്ടിയുടെ മുമ്പിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യുകയാണ്. ബിനീഷ് എന്നാണ് അയാളുടെ പേര്. അപ്പോൾ അവിടെ വന്നിട്ട് ഈ വണ്ടി അവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ട് പാർട്ടി പ്രവർത്തകർ സംഘടിച്ച് ആ വണ്ടി മാറ്റാൻ ശ്രമിക്കുകയും അതൊരു സംഘർഷത്തിലേക്ക് പോവുകയും ആ വണ്ടിയുടെ ബാക്ക് ചില്ല് അടിച്ച് തകർത്തു. അതൊരു ലോക്കൽ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് സ്റ്റീഫൻ എന്ന് പറയുന്ന MLA ഒരു പങ്കുമില്ല. അദ്ദേഹം പുറത്തേക്ക് തന്നെ വന്നിട്ടില്ല. പ്രശ്നം എന്താണെന്ന് അറിയാവോ, ഈ വാർത്ത ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഇംപ്രഷൻ എന്താണ്, ആ സ്ഥലത്തുണ്ടാക്കുന്ന ഇംപ്രഷൻ എന്താണ്, ഇവർക്ക് ആരാണെന്ന് ഈ ക്രമസമാധാന ചുമതലയൊക്കെ നൽകിയിരിക്കുന്നത്? ഈ MLAയുടെ വണ്ടിയുടെ മുമ്പിൽ കൊണ്ടുപോയ ഒരാൾ വണ്ടി പാർക്ക് ചെയ്താൽ മര്യാദയ്ക്ക് പറഞ്ഞു മാറ്റുക എന്ന് മാത്രമല്ല, ഇനി അത് പറഞ്ഞ് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അടിച്ച് തകർക്കുകയാണോ വണ്ടിയുടെ ചില്ല്? അതുണ്ടാക്കുന്ന അപകടം എത്രയാണ്? ഒരു ചെറിയ സ്ഥലത്തുണ്ടാക്കുന്ന പ്രശ്നം. പക്ഷേ നമ്മളിപ്പോൾ ഇരുന്ന് ചർച്ച ചെയ്യുന്നില്ലേ? അതുപോലെ തന്നെയല്ലേ പത്തനംതിട്ടയിൽ ഈ പറയുന്ന വധശ്രമത്തിന് കേസുള്ളവരെ കാപ്പ ചുമത്തിയവരെയൊക്കെ ഈ ചുവപ്പ് മാലയിട്ട് അണിയിച്ച് ഇങ്ങോട്ടേക്ക് സ്വീകരിക്കുന്നത്? എന്താ കോഴിക്കോട്ടെ വിവാദം, PSC വിവാദം. ഇന്നും ഗോവിന്ദ മാസ്റ്റർ പറയുന്നുണ്ട് എന്തിനാണ് പ്രമോദ് കോട്ടലിയെ പുറത്താക്കിയതെന്ന് പറയത്തില്ല, പക്ഷെ പുറത്താക്കി. അപ്പോൾ ഈ രീതിയിൽ അതുപോലെ തന്നെയല്ലേ കൊയിലാണ്ടിയിലെ SFIക്കാരുടെ പ്രസംഗം. ഞാൻ പറയുന്നത് 2024 തെരഞ്ഞെടുപ്പിൽ നിന്ന് CPM പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിനനുസരിച്ചുള്ള തിരുത്തൽ അടിയന്തരമായി നടത്തണം. ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇതൊക്കെ ആവർത്തിക്കുന്നു എന്ന് പറയുന്നത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. അവിടെ ഇപ്പോൾ LDF UDF മുഖാമുഖം മത്സരം നടക്കുന്നൊരു സാഹചര്യമല്ല. അവിടെ ഒരു മൂന്നാം ചേരി ശക്തമായിരിക്കുന്നു. ഒരു പ്രത്യേകതരം സാമുദായിക വോട്ടിംഗ് കോമ്പിനേഷൻ രൂപപ്പെട്ട് വന്നിരിക്കുന്നു. ആ ശക്തിപ്പെടുന്ന ചേരിയെക്കുറിച്ചുള്ള ജാഗ്രത ഉണ്ടാകേണ്ടത് LDFനും UDFനും ഒരുപോലെയാണ്. അവിടെ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് കോൺഗ്രസ്സാണ്. കാരണം അതിൻ്റെ സംഘടനാ സംവിധാനം എപ്പോഴും ഒരു ആലസ്യത്തിൽ കിടക്കുന്ന ഒരു ഉഴപ്പൻ സംവിധാനമാണ്. അവരുടെ വോട്ട് ബാങ്കിൽ ഉണ്ടാകുന്ന ചോർച്ച വലിയ നേട്ടമായിട്ട് മാറുന്നുണ്ട്. തൃശ്ശൂരിലെ വോട്ട് ബാങ്ക് ചോർന്നത് കോൺഗ്രസിൽ നിന്നാണെന്നേ. വലിയൊരു വോട്ട് ബാങ്ക് ചോർന്നിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നാണ്. ആ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ് കൂടുതലുള്ളത് CPMനേക്കാൾ. അവിടെ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് LDF ആണ്. 3ാം സ്ഥാനത്തേക്കാണ് കൈമുള്ളതിൻ പോയിരിക്കുന്നത്. അപ്പോൾ ഈ ജനവികാരം എതിരായിരിക്കുന്നത് കൊണ്ട് എല്ലാ വോട്ടും ഇപ്പോൾ നമ്മുടെ പെട്ടിയിലേക്ക് വീഴും എന്ന് വെറുതെ വ്യാമോഹിച്ചിരിക്കേണ്ട. ഏതായാലും കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം നല്ല ഒരു പ്രതീക്ഷ വരുന്ന തീരുമാനമാണ്. കാരണം അവർ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണുന്നു. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ അവർ രംഗത്തിറക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് അത് മുന്നോട്ട് പോകട്ടെ. കേരളത്തിൽ അപകടകരമായൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നതിനെതിരായിട്ട് ശക്തമായ പ്രതിരോധം ഉണ്ടാകേണ്ടതുണ്ട്, ഉയർന്നു വരേണ്ടതുണ്ട്. അതിനകത്ത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുപോലെ തന്നെ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും കടുത്ത മത്സരത്തിന് ഒരു കാലാവസ്ഥ ഒരുങ്ങുന്നു എന്നാൽ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതേ കാലാവസ്ഥയാണ് ഇനി മുന്നോട്ട് പോകുന്നതെങ്കിൽ അങ്ങനെ ഒരിക്കലും രാഷ്ട്രീയത്തിൽ സംഭവിക്കില്ല എന്നും ഞാൻ കരുതുന്നു. കാരണം രാഷ്ട്രീയത്തിലെ കാലാവസ്ഥകൾ എപ്പോഴും വളരെ വേഗം മാറും. കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള കാലാവസ്ഥ പോലെയാണ് രാഷ്ട്രീയ സംഭവ വികാസങ്ങളും മാറുന്നത്. എങ്ങനെയാണ് ഭാരത് ജോഡോ യാത്ര തുടങ്ങുന്നത് എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം രാഹുൽ ഗാന്ധി കരുത്താർജിക്കുന്നത് നമ്മൾ കണ്ടു. മോദിയുടെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്യാമ്പയിൻ പരാജയപ്പെടുന്നതും രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു പ്രതിപക്ഷ രാഷ്ട്രീയം ശക്തി പ്രാപിക്കുന്നതും നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൽ കണ്ടു. അപ്പോൾ കാലാവസ്ഥ ദേശീയ രാഷ്ട്രീയത്തിൽ മാറിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ മാറിയിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ മാറിയിട്ടുണ്ട്, ഗുജറാത്തിൽ മാറ്റത്തിൻ്റെ സൂചനകൾ വരുന്നു, ഹരിയാനയിൽ മാറുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും മാറ്റത്തിൻ്റെ കാലാവസ്ഥ പല രീതിയിൽ വരുന്നു. കേരളത്തിലും സ്വാഭാവികമായി ആ മാറ്റത്തിൻ്റെ കാറ്റടിക്കും. പക്ഷേ ആ മാറ്റത്തിൻ്റെ കാറ്റ് എത്രത്തോളം UDFന് അനുകൂലമാക്കാൻ സാധിക്കും, BJPക്ക് അനുകൂലമാക്കാൻ സാധിക്കും, LDFന് അനുകൂലമായി മാറാൻ സാധിക്കും എന്നുള്ള ചോദ്യം വരുമ്പോൾ 4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ഞാൻ എപ്പോഴും പറയുന്ന 4 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഈ തെരഞ്ഞെടുപ്പിലും നിർണായകമാണ് എന്ന് ഞാൻ കരുതുന്നു. ഞാനിപ്പോൾ ഈ നിമിഷം തന്നെ പ്രേക്ഷകരോട് പറയാം, 2025 നടക്കാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ
65%, 60 മുതൽ 65% തദ്ദേശ സ്ഥാപനങ്ങളും ഭരിക്കാൻ പോകുന്നത് ഇടതു മുന്നണിയായിരിക്കും. അക്കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. കാരണം ഇപ്പോഴും ഗ്രാസ് റൂട്ട് ലെവലിൽ പഞ്ചായത്ത് തലത്തിൽ ഏറ്റവും ശക്തമായി ബൂത്ത് ക്യാമ്പയിനിങ് അടക്കം നടത്താൻ ശേഷിയുള്ള പാർട്ടി കോൺഗ്രസ് ആണ് എന്നുള്ള CPM ആണ് എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ മാജിക്കുകൾ കാണിക്കാൻ കഴിയുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ചുമതല PC വിശ്വനാഥനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് എന്ത് ഇൻട്രോഡ്സ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ്? അവിടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് BJP ആണ്. അതിശക്തമാണ് BJPയുടെ സാന്നിധ്യം. മാത്രമല്ല കഴക്കൂട്ടം അടക്കമുള്ള മണ്ഡലങ്ങളിൽ BJPയുടെ വളർച്ച സ്വാഭാവികമായും ഈ നേമത്തും ഈസ്റ്റിലും ഒക്കെ BJPയുടെ സാന്നിധ്യം CPMനാണ് വെല്ലുവിളിയായി തീരുന്നത്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഫൈറ്റ് നടക്കാൻ പോകുന്നത് CPM വേഴ്സസ് BJP എന്നതായിരിക്കും. കണ്ണൂർ നിലനിർത്തുക എന്ന് KPCC പ്രസിഡന്റ് നേതൃത്വത്തിൽ അതൊരു പക്ഷേ നിലനിർത്താനുള്ള സാധ്യതയുണ്ട് നിലവിലുള്ള പശ്ചാത്തലത്തിൽ. പക്ഷേ ബാക്കിയുള്ള മണ്ഡലങ്ങളിലേക്ക് നിങ്ങൾ കൊച്ചിയിലേക്ക് വരൂ. കൊച്ചിയിലാണ് കോൺഗ്രസിന് കൂടുതൽ സാധ്യതയുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കോഴിക്കോട് പിടിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയാണ് നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ കോഴിക്കോട്ടെ ഇക്വേഷൻസ് ഇപ്പോഴും അനുകൂലമല്ല കോൺഗ്രസിനെന്ന്. മാത്രവുമല്ല കേരളത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന കോർപ്പറേഷനുകളിലൊന്ന് കോഴിക്കോടാണ്. പല രീതിയിലും പ്രവർത്തിക്കുന്നത്. നമ്മൾ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഹൈക്കോടതി പേരെടുത്തു പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെയും കൊച്ചി കോർപ്പറേഷൻ്റെയുമാണ്, ബട്ട് നോട്ട് കോഴിക്കോട്. കോഴിക്കോടിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ മെച്ചപ്പെട്ട രീതിയിൽ പൂർണ്ണമായിട്ടും അല്ലെങ്കിലും കോഴിക്കോടിന് പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും കാര്യത്തിൽ മാത്രമല്ല, തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 60% ഓൺ ആൻ ആവറേജ് CPM ഹോൾഡിലായിരിക്കുമെന്ന കാര്യത്തിൽ, അഥവാ ഇടതുമുന്നണിയുടെ ഭാഗത്തായിരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ 4 ഘടകങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ പോകുന്ന മാൻ ആരാണ്? നിങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നൊരു നേതാവുണ്ടായിരുന്നു. ആ ഉമ്മൻചാണ്ടി എന്ന നേതാവിൻ്റെ പ്രതിച്ഛായയാണ് വോട്ടാക്കാൻ ശ്രമിച്ചിരുന്നതെന്ന് മാത്രവുമല്ല, പിണറായി വിജയനെതിരെ ശക്തമായ പടപൊരുതുമ്പോൾ രമേശ് ചെന്നിത്തല വേഴ്സസ് ഉമ്മൻചാണ്ടി എന്നൊരു വലിയ യുദ്ധം അതിനുള്ളിൽ നടക്കുന്നുണ്ട്. ഇത്തവണ ഇത് നടക്കാൻ പോകുന്നത് എങ്ങനെയാണ്? KC വേണുഗോപാൽ വേഴ്സസ് VD സതീശൻ വേഴ്സസ് KPCC പ്രസിഡന്റ് സുധാകരൻ വേഴ്സസ് രമേശ് ചെന്നിത്തല. ഇങ്ങനെ 4 നേതാക്കന്മാരാണ് കോൺഗ്രസിൽ നിൽക്കാൻ പോകുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നേരിടുമ്പോൾ അതിന് മുന്നിൽ നിർത്താൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയുമായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ആവേശമായി മാറാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ക്യാമ്പയിൻ ആയിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ KC വേണുഗോപാലിനെ നിർത്തിയോ VD സതീശനെ നിർത്തിയോ ആയിരിക്കില്ല 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫേസ് ആയിട്ട് മാറ്റാൻ പോകുന്നത്. പക്ഷേ തീർച്ചയായും മുഖ്യമന്ത്രി ആരാണ് എന്ന ചോദ്യത്തിൽ KC വേണുഗോപാലിന് ക്ലെയിമുണ്ട്, VD സതീശന് ക്ലെയിമുണ്ട്, KPCC പ്രസിഡന്റിന് ക്ലെയിമുണ്ട്, ഒപ്പം രമേശ് ചെന്നിത്തലയ്ക്കും ക്ലെയിമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ്റെ ഫേസായി പ്രിയങ്ക ഗാന്ധി മാറുകയാണെങ്കിൽ അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന തരംഗം ചെറുതല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്പർ 2 ഫാക്ടർ, രാഹുൽ ഗാന്ധി അടുത്ത ഫേസായി നിൽക്കുന്നത്. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ മിന്നും പ്രകടനങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് ക്യാമ്പിന് ആവേശം നൽകുന്നതാണ്. സ്വാഭാവികമായും ആ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജം ചെറുതല്ല. അതൊരു ഇലക്ട്രിഫയിങ് ഇഫക്റ്റാണ് വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കുക. ആ അർത്ഥത്തിലും കോൺഗ്രസിന് അനുകൂലമായൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ക്യാമ്പയിൻ്റെ ഫേസായിട്ട് ഒരാളുണ്ട്. എക്സൈറ്റിംഗ് ആയിരിക്കുന്ന ഒരു മൊമെൻ്റ് കൊടുക്കാൻ വേണ്ടി ഒരു സർപ്രൈസ് എലമെൻ്റായിട്ട് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അതുകൂടാതെയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലകളടക്കം നേതാക്കൾക്ക് വീതിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതി. സാധാരണ കേഡർ പാർട്ടികളിലൊക്കെ കാണുന്ന ഒരു രീതിയാണ്. ആ ഒരു സെമി കേഡർ അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ കേഡർ ആവാനെങ്കിലും കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ക്വാർട്ടർ കേഡറായിട്ട് മാറാൻ ശ്രമിക്കുന്നതിൻ്റെ തുടക്കമാണ് നമ്മളിപ്പോൾ കണ്ടത്. രണ്ടാമത് നിങ്ങൾ ഫേസ് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് മെസ്സേജാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മെസ്സേജ് എന്തായിരിക്കും? അത് പിണറായി സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരമാണ് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖപ്പെടുത്തലാണ് ഈ KPCCയുടെ എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ നമ്മളിപ്പോൾ കണ്ടത്. ഈ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമായിരിക്കും KPCC മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന, കോൺഗ്രസ് 2026 മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത്. അതിനാകട്ടെ നിരവധി മനുഷ്യരെ അവർക്ക് ലഭ്യമാണ്, നിരവധി ചിത്രങ്ങൾ അവർക്ക് ലഭ്യമാണ്. ഒരു മെസ്സേജ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് പെൻഷൻ കൊടുക്കാത്ത സർക്കാർ, പരാജയമുള്ള സർക്കാർ, നവകേരള സദസ്സ് വഴി ജനങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സർക്കാർ, കേരളീയം വഴി ധൂർത്ത് കൊടുത്ത സർക്കാർ, CMRL വഴി അഴിമതിയുടെ ചെളിക്കുണ്ടിലേക്ക് പെട്ടുപോയ സർക്കാർ എന്നീ പ്രതിച്ഛായകളൊക്കെ കൊടുക്കുമ്പോൾ അവരതിൻ്റെ ഒരു പ്രതീകമായി മുന്നോട്ട് വെച്ചതൊന്ന് മറിയ ചേച്ചിയാണ്. അപ്പോൾ മറിയ ചേട്ടത്തി എന്ന് പറയുന്ന ഒരു ഫേസായിട്ട് മാറുന്നുണ്ട്, പ്രൊപ്പഗാൻഡ ഫേസായിട്ട് മാറുകയാണ്. ഇത്തവണ അവർക്ക് പ്രൊപ്പഗാൻഡ ഫേസായിട്ട് വെക്കാൻ ഒരുപാട് മനുഷ്യരുണ്ട്. അത് ജീവിച്ചിരിക്കുന്ന മറിയ ചേച്ചി, മരിച്ചുപോയ ജോയ്, ഫ്ലാറ്റിൻ്റെ ലിഫ്റ്റിൽ കുടുങ്ങിയ CPI നേതാവ്
നേതാവ് ഈ കൊയിലാണ്ടിയിൽ അധ്യാപകൻ SFIയുടെ വിദ്യാർത്ഥികളുടെ അടി ഏറ്റുവാങ്ങി വന്ന അധ്യാപകൻ, അങ്ങനെ തുടങ്ങി ഒരുപാട് മനുഷ്യരെ ഒരു പ്രതീകമായി സിദ്ധാർത്ഥൻ. അപ്പോൾ ഇവരുടെയൊക്കെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ കോൺഗ്രസിന് നടത്താനുള്ള ശേഷി കൂടുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് അനുകൂലമായൊരു ഘടകം. അപ്പോൾ പറയാനൊരു മെസ്സേജ് ഉണ്ടാവുന്നു. ആ മെസ്സേജ് ഭരണവിരുദ്ധ വികാരമാണ്. ആ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊരു പ്രതീകമുണ്ടാവുന്നു. ആ പ്രതീകം ജീവിച്ചവരും മരിച്ചവരുമായ സർക്കാർ രക്തസാക്ഷികളാണ്. ഞാനൊരു വാചകം ഓർമ്മിക്കുന്നു. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, ഈ കേരളത്തിലെ ഓരോ വീട്ടിലും ഈ സർക്കാരിൻ്റെ ഭരണപരാജയം തീർത്ത രക്തസാക്ഷികൾ ഉണ്ടാവും, അതിൻ്റെ ഇരയായി തീർന്ന മനുഷ്യരുണ്ടാവും എന്നുള്ളതാണ്. ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്. ഇപ്പോൾ പെൻഷൻ വാങ്ങാത്ത വീടുകൾ 62 ലക്ഷം കുടുംബങ്ങളിലാണ് പെൻഷൻ കൊടുക്കുന്നത്. പെൻഷൻ കൊടുക്കുന്നത് 62 ലക്ഷം കുടുംബമാണെന്ന് പറയുമ്പോൾ പെൻഷൻ കിട്ടാത്തതും 62 ലക്ഷം കുടുംബങ്ങളാണ്. 5 മാസത്തെ കുടിശ്ശിക ഇരകളാണ്. അവരുടെ ആശുപത്രി കാര്യങ്ങൾ നടക്കുന്നില്ല. വലിയ പ്രതീക്ഷയുമായി കാത്തിരിക്കുന്നു, ഒന്നും കിട്ടുന്നില്ല. PSC നിയമനവുമായി ബന്ധപ്പെട്ട് അപേക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനം മെച്ചപ്പെട്ട നിലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും വേണ്ടത്ര നിയമനം പല മേഖലകളിലും നടക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ക്യാമ്പയിനിൽ തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സപ്ലൈകോ റേഷൻ കടകളിൽ സാധനം വാങ്ങാൻ പോകുന്നത് ഓരോ വീട്ടിലും ഉണ്ടാകുന്നയാളാണ്. വൈദ്യുതി ചാർജ് കൂട്ടുന്ന സമയത്ത്, വെള്ളത്തിൻ്റെ കരം കൂട്ടുന്ന സമയത്ത്, ഈ സ്റ്റാമ്പിൻ്റെ ഡ്യൂട്ടി കൂട്ടുന്ന സമയത്ത്, നികുതി കൂട്ടുന്ന സമയത്ത്, ഇതെല്ലാം ഓരോ വീടുകളിലും അത്തരം ഇരകളെ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണ് ആ മെസ്സേജാക്കി മാറ്റാൻ പോകുന്നത്. ആ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രൊപ്പഗാൻഡ ഫേസുകളും കോൺഗ്രസിനുണ്ട് എന്നതാണ് രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തെ ഘടകം മെഷീനറി. ആ മെഷീനറി ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ് തദ്ദേശ സ്ഥാപനങ്ങളാണ് നിങ്ങൾ ആദ്യം നോട്ടമിടേണ്ടത്. അവിടെ നിന്ന് നമുക്ക് തുടങ്ങണമെന്ന് പറയുമ്പോൾ ബൂത്ത് തലത്തിലുള്ള ക്യാമ്പയിനുകൾ വരെ ഇന്നിപ്പോൾ സജ്ജമായി കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ ഒരു വലിയ ബ്രിഗേഡ് രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അവരും ഒരു വലിയ ക്യാമ്പൊക്കെ സംഘടിപ്പിച്ചൊരു വലിയ ഉണർവേകാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസിനും, കാരണം ഈ ചെറുപ്പക്കാരാണല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിനെ പലപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്, സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. DYFI പോലെ ഒരു വലിയ കേഡർ സംവിധാനമല്ല യൂത്ത് കോൺഗ്രസ് നന്നായി അറിയാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതിനു ശേഷം ആ യൂത്ത് കോൺഗ്രസിന് സംഭവിച്ചൊരു മാറ്റം എന്ന് പറയുന്നത് താഴെത്തട്ടിൽ വരെ ആ സംഘടനാപരമായൊരു ഉണർവ് കൊണ്ടുവരാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നുണ്ട്. അതിനൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ബോധ്യം, എന്തിനാണ് നിങ്ങൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് എന്നത് പലപ്പോഴും യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് അറിയില്ലായിരുന്നു. അവർ പ്രവർത്തിക്കുന്നത് ഒന്നുകിൽ നേതാവിനെ നോക്കി, ഇല്ലെങ്കിൽ തങ്ങൾക്ക് ഒപ്പമുള്ള ഒരു സ്വാധീനശേഷിയുള്ളൊരു മെമ്പറെ നോക്കി ഒക്കെയാണ് പലപ്പോഴും യൂത്ത് കോൺഗ്രസിലെ ആളുകൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. പക്ഷേ അതിനൊരു കൃത്യമായ രാഷ്ട്രീയ ബോധ്യം ഉണ്ടാക്കുക, പൊളിറ്റിക്കൽ ലിറ്ററസി, രാഷ്ട്രീയ സാക്ഷരത ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസ് ചെയ്യുന്നു. അതും അടിസ്ഥാനമായ ഘടകമാണ്. അപ്പോൾ ഒരു സെമി കേഡർ ആയില്ലെങ്കിലും ഒരു ക്വാർട്ടർ കേഡർ സംവിധാനത്തിലേക്ക് ചിട്ടയായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം, ഒരു മെഷീനറി ഉണ്ടാക്കുക. ആ മെഷീനറി ഇപ്പോൾ കനകോലുവിൻ്റെ കാര്യം നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. നേരത്തെ എൻ്റെ ചർച്ചയിൽ വന്ന് ജയചന്ദ്രൻ പറഞ്ഞൊരു കാര്യമാണ്. ആലപ്പുഴ മണ്ഡലത്തിൽ 2 ബൂത്തുകളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വളരെ അവരുടെ പ്രവർത്തനം മന്ദീഭവിച്ചിരിക്കുന്നു. അവരുടെ പ്രവർത്തനം അത്ര മികച്ച പെർഫോമൻസ് അല്ല എന്ന് കണ്ടപ്പോൾ ചില 1-2 നേതാക്കൾ വന്നാൽ ഒരുപക്ഷെ അവരുടെ പ്രവർത്തനം ചാർജ് ചെയ്യപ്പെടും എന്ന് മനസ്സിലാക്കി ആ റിപ്പോർട്ട് കൊടുത്ത് ആ നേതാവ് ആ ബൂത്തുകളിലേക്ക് എത്തുകയും പ്രവർത്തകരെ ചാർജ് ചെയ്യുകയും ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ആ 2 ബൂത്തും കോൺഗ്രസ് പിടിച്ചെടുത്തു. അതാണ് കനകോലു എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. കനകോലു വന്ന ഏതെങ്കിലും തരത്തിൽ സ്ട്രാറ്റജി ഉണ്ടാക്കി കൊടുക്കുകയല്ല, പക്ഷേ ഫീൽഡിലേക്ക് ഇറങ്ങി നിങ്ങൾ നൽകുന്ന വിവരശേഖരണം പാർട്ടിയുടെ പ്രധാനപ്പെട്ട റിസോഴ്സായി മാറും. അത്തരത്തിലുള്ള സർവേകളിലൂടെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടനം മെച്ചപ്പെടുത്താനുള്ള ഒരു മെഷീനറിയും അവിടെ സാധ്യമാവുന്നു. അപ്പം മാനായി, മെസ്സേജായി, ഒപ്പം മെഷീനറിയായി. 4ാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് മീഡിയ വേണം. നിങ്ങളിതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കേരളത്തിൽ കോൺഗ്രസ് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി അടുത്ത കാലത്ത് വരെയും അവരുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വളരെ ദുർബലമായിരുന്നു. BJPയോടോ CPMൻ്റെയോ സോഷ്യൽ മീഡിയ ക്യാമ്പയിനോട് കിടപിടിക്കാൻ പറ്റാത്തതായിരുന്നു കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ. പക്ഷേ ഇപ്പോൾ നോക്കൂ, കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങും വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. ഒരു പുതിയ ഉണർവ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന 2 വർഷം എന്നുള്ളത് ആ മീഡിയയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് ശക്തമായി മാറുന്നു. മെയിൻ സ്ട്രീം മീഡിയ സ്വാഭാവികമായും ഇപ്പോൾ സ്റ്റീഫൻ്റെ കാര്യം നേരത്തെ അങ്ങ് പറഞ്ഞു. സ്റ്റീഫൻ്റെ കാര്യത്തിൽ ഒരു ചാനൽ ഈ ചർച്ച തുടങ്ങി വയ്ക്കുമ്പോൾ സ്റ്റീഫനും അനുയായികളും കൂടി കാർ തല്ലിപ്പൊളിച്ചു എന്ന് പറഞ്ഞാണ് ചർച്ച തുടങ്ങുന്നത് തന്നെ, ആ വാർത്ത തുടങ്ങുന്നത്. ആ വാർത്ത ഉണ്ടാക്കുന്ന ഡാമേജ് എത്ര ചെറുതാണ്. സ്റ്റീഫൻ ഇത് അറിയുന്ന പോലുമില്ല. സ്റ്റീഫൻ ഈ ഓഡിറ്റോറിയത്തിനുള്ളിൽ നിൽക്കുകയാണ്. അദ്ദേഹം അറിയുന്നതേ ഇല്ല ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. പക്ഷേ ആദ്യത്തെ നിമിഷത്തിനുള്ളിൽ തന്നെ നുണ ചെരുപ്പിട്ട് നടന്നു കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് സത്യം തേടി എത്തുമ്പോഴേക്കും നുണയുടെ ചെരുപ്പിൽ സഞ്ചരിച്ചു പോകുന്നൊരു കാലമുണ്ട് എന്നതും സത്യമാണ്. അതുകൊണ്ട് മെയിൻ സ്ട്രീം മീഡിയയുടെ ഒരു CPM വിരുദ്ധമായിട്ടുള്ള ഭരണവിരുദ്ധപരമായിട്ടുള്ള ഒരു നിലപാട് തീർച്ചയായും കോൺഗ്രസ് പാർട്ടിക്ക് ഗുണകരമാണ്. അതുകൊണ്ടാണ് ഒരു കടുത്ത മത്സരം ഇത്തവണ LDFന് അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ
കാലാവസ്ഥ ഒരു പെർമനൻ്റ് ആയ ഫിനോമിനെ, ഒരു സ്ഥിരം പ്രതിഭാസമായി ഞാൻ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം പോലെ തന്നെ രാഷ്ട്രീയ കാലാവസ്ഥയിലും വ്യതിയാനം ഉണ്ടാവും. ഈ 3 കുടിശ്ശിക ഈ വർഷം കൊടുത്തു തീർക്കുക, 2 വർഷം പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുക. പെൻഷൻ കുടിശ്ശിക കൃത്യമായി നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സപ്ലൈകോ സാധനങ്ങൾ വീട്ടുവാതിൽക്കൽ എത്തുന്നുണ്ടെങ്കിൽ, വാതിൽപ്പടി സേവനങ്ങൾ മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ആരോഗ്യ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പണം കിട്ടുന്നുണ്ടെങ്കിൽ, കർഷകരവൻ്റെ നെല്ലുൽപാദനത്തിൻ്റെ പണം കൃത്യമായി കിട്ടുന്നുണ്ടെങ്കിൽ കാലാവസ്ഥ മാറും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ, നിലവിൽ ഈ മൊമെൻറ്റിൽ കോൺഗ്രസ് ശക്തമായ വെല്ലുവിളിയാണ് CPM-ന്, ഇടതുപക്ഷത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിൽ തന്നെ മെസ്സേജ് ജനവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാനാണ്. അതാണ് ഇന്നത്തെ വയനാട് ക്യാമ്പിലെ തീരുമാനം. അൻഡ്രു. അരുൺ, ഇന്ന് പിന്നെ ഗോവിന്ദൻ മാഷ് പത്തനംതിട്ടയിൽ പറഞ്ഞ കാര്യത്തെ തുറന്നിട്ടാണ് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. കാരണം 2019 ഇലക്ഷനിൽ ഈ പറഞ്ഞ 123 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം പിന്നിലായിരുന്നു 2019 ഇലക്ഷനിൽ. അത് കഴിഞ്ഞ് വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷനിൽ എത്ര വ്യത്യാസം എന്നറിയോ? 75% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടതുപക്ഷം പിടിച്ചിട്ടാണ് അധികാരത്തിൽ വന്നത്. 75 സ്ഥാപനങ്ങളും ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്നു. അത് കഴിഞ്ഞ് വന്ന നിയമസഭാ ഇലക്ഷനിൽ 99 സീറ്റ് പിടിച്ചിട്ടാണ് അധികാരത്തിൽ വന്നതെന്നുള്ളതാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ കാര്യം എന്താ അറിയോ? ഇപ്രാവശ്യം ഞങ്ങൾ 111 സീറ്റിൽ മാത്രമേ പിന്നോട്ടുള്ളൂ. കഴിഞ്ഞ 2019 123 സീറ്റുകളിൽ പിന്നിൽ നിന്നെങ്കിലും ഇപ്രാവശ്യം നമ്മൾ നിൽക്കുന്നത് എത്രയാണ്? 111-ലാണ്. അന്ന് BJPക്ക് 1 സീറ്റിൽ മാത്രമേ മുന്നിട്ട് നിൽക്കാൻ പറ്റിയുള്ളൂ. ഇപ്രാവശ്യം എത്രയാണ്? 11 സീറ്റിൽ BJPക്ക് മുന്നിട്ട് നിൽക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ വ്യത്യാസം കൊണ്ടത് BJP അവരുടെ വോട്ടിംഗ് ഷെയർ കൂട്ടുകയും BJP മുന്നിട്ട് നിൽക്കുകയും അതിനനുസരിച്ചിട്ട് ഈ SNDP പോലെയുള്ള ഈഴവ പാർട്ടികളെയോ അല്ലെങ്കിൽ ഈഴവ സംഘടനകളെയോ BJPക്ക് അനുകൂലമാക്കി മാറ്റാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണെന്ന് ഗോവിന്ദൻ മാഷിൻ്റെ. കാരണം അപ്പം BJPക്കെതിരെ ഒരു വാക്ക് കാര്യമായി സംസാരിക്കുന്ന ഒരു പാർട്ടി ഇടതുപക്ഷമായി മാറി എന്നുള്ളതാണ്. ഇന്നത്തെ ബത്തേരിയിൽ നടന്ന ക്യാമ്പിൻ്റെ പ്രത്യേകത എന്താണ് അരുണേ? അവിടെ BJPക്ക് അതിനെ അധികം ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഇടതുപക്ഷത്തിൻ്റെ എതിരെയുള്ള, അല്ലെങ്കിൽ ജനങ്ങൾ ഇടതുപക്ഷം വിട്ടുപോകുന്നു, അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ വികാരം വോട്ടാക്കി മാറ്റാൻ പറ്റുന്നുള്ളതാണ് ഇന്നത്തെ മെയിനായിട്ട് ചർച്ച. 2025 എങ്ങനെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാം, 2026 എങ്ങനെ ഇടതുപക്ഷത്തെ തോൽപ്പിച്ച് അധികാരത്തിൽ വരാം എന്നതിനെക്കുറിച്ച് ഗാഢമായ ചർച്ചകളാണ് ഇന്നത്തെ ബത്തേരിയിലെ ക്യാമ്പിൽ നടന്നിട്ടുള്ളത്. എന്തുകൊണ്ട് BJPയുടെ വളർച്ച ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ നടന്നിട്ടില്ല എന്നുള്ളത് ആധികാരികമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയല്ലേ? സാധാരണ അങ്ങനെയല്ലല്ലോ നടക്കുന്നത്. എങ്ങനെയാണ് നടക്കുന്നത്? എന്നും ഈ പറഞ്ഞ ഇടതുപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് നശിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അവരുടെ വോട്ട് ഷെയർ കുറഞ്ഞ സ്ഥലത്തെല്ലാം ഉണ്ണിവാഷം പറഞ്ഞ പോലെ BJPയാണ് വളർന്നിട്ടുള്ളത്. ഏത് സംസ്ഥാനം നോക്കിയാലും അങ്ങനെയാണ്. ഈ പറഞ്ഞ 9% ഉണ്ടായിരുന്ന മഹാരാഷ്ട്രയിലും 11% ഗുജറാത്തിലും എങ്ങനെയാണ് ഈ പറഞ്ഞ BJP അധികാരത്തിൽ വന്നത്? ഇപ്പം നിങ്ങൾ നോക്കണമെന്നറിയോ? ഏറ്റവും വലിയ കോൺഗ്രസിന് അനുകൂലം നിന്ന മതം ഏതാണ്? അതാണ് ക്രിസ്ത്യൻ മതങ്ങളാണ്. ക്രിസ്ത്യൻ മതത്തെ ഇന്ന് ഞാൻ കണ്ടത് 2 ദിവസം മുന്നേ ഈ ആൻഡ്രൂസ് താഴത്തെ പിതാവിനെയും 3 പിതാക്കന്മാരെയും സുരേഷ് ഗോപി കൊണ്ട് ഈ നരേന്ദ്രമോദിയുടെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോകളാണ് ഈ പറഞ്ഞ സമൂഹ മാധ്യമങ്ങളെല്ലാം കണ്ടത് അല്ലേ? കാരണം അത്രയധികം ഈ പറഞ്ഞ ക്രിസ്ത്യൻ സമൂഹം വന്നിട്ട് BJPയോട് അടുക്കാൻ മടിയില്ലാത്ത സമൂഹമായി മാറി. ക്രിസ്ത്യൻ സമൂഹത്തെ അടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമായിരിക്കണം ഈ ജോർജ് കുര്യനെ മന്ത്രിയാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ BJP എന്താണ് നോക്കുന്നത്? മതന്യൂനപക്ഷങ്ങളെ എങ്ങനെ BJPക്ക് അനുകൂലമാക്കാം, എങ്ങനെ ഈ പറഞ്ഞ താഴെത്തട്ടിൽ നിൽക്കുന്ന പിന്നോക്ക വിഭാഗങ്ങളെ എങ്ങനെ BJPക്ക് അനുകൂലമാക്കാം എന്നുള്ള കാര്യങ്ങളിൽ അവർ ഭയങ്കരമായ രീതിയിലുള്ള ചർച്ചകൾ നടത്തുകയും അതിനനുസരിച്ചുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് BJP മുന്നോട്ട് പോവുകയാണ്. 20% വോട്ട് എന്ന് പറഞ്ഞാൽ 29-30% എന്ന് പറഞ്ഞാൽ വലിയ മാറ്റമായിരിക്കും നിയമസഭാ ഇലക്ഷനിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ BJP നടത്തുമ്പോൾ കോൺഗ്രസ് അതിനെതിരെ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ പാലക്കാട് ഇലക്ഷനിൽ ഈ പറഞ്ഞ 6 മാസത്തിനുള്ളിൽ പാലക്കാട് ഇലക്ഷൻ വരികയാണല്ലോ, അവിടെ എന്തുകൊണ്ട് ഇവരൊരു ആളെ വെച്ചില്ല? അതിനൊരു ചാർജ് എന്തുകൊണ്ട് കൊടുത്തില്ല? അവിടെയല്ലേ ചാർജ് കൊടുക്കുക? അത് കഴിഞ്ഞിട്ടാണല്ലോ 2025 ഇലക്ഷൻ വരുന്നത്. 2025 തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ വരുന്നത് എവിടെയാണ്? ഈ പാലക്കാട് ഇലക്ഷനിലാണ്. അവിടെ എന്തുകൊണ്ട് വെച്ചില്ല? അതുപോലെ അരുൺ പറഞ്ഞതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് എന്ത് അടിയുറച്ച ബന്ധമുണ്ടായിട്ട് അല്ലെങ്കിൽ ആ ഒരു ബെൽറ്റ് ഉണ്ടായിട്ടാണ് അവർ അവിടെ ജയിക്കാൻ വേണ്ടി നോക്കുന്നത്. അതുപോലെ തന്നെയാണ് കോഴിക്കോടും. പക്ഷേ മത്സരത്തിന് വേണ്ടിയിട്ട് അണികളെ സജ്ജമാക്കുക എന്ന് പറയുന്നതിനപ്പുറം എങ്ങനെയാണ് ഇതിനെ സ്ട്രാറ്റജിക്കലായി മുന്നോട്ട് പോയി അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ള ഒരു നയരേഖ കോൺഗ്രസ് ഉണ്ടാക്കി ണ്ടോ എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് എനിക്ക് ഇപ്പോഴും സംശയമാണ്. അതിനേക്കാളും വലിയൊരു കാര്യം എന്താണെന്ന് അറിയോ? ഇതൊരു കേഡർ സംവിധാനത്തിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുപോകാൻ നടത്തുന്ന ഒരു ശ്രമമുണ്ട്. ആ ശ്രമം വിജയിക്കുകയാണെങ്കിൽ വലിയ മാറ്റം പാർട്ടിയിലുണ്ടാക്കും.
വിജയിക്കുകയാണ്. വിജയിച്ചില്ലെങ്കിലുണ്ടല്ലോ അതിനനുസരിച്ചുള്ള ഭവിഷ്യത്തും ഈ പാർട്ടി അനുഭവിക്കേണ്ടി വരും. അതിന് കാരണമാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന കേഡർ സംവിധാനത്തിലേക്ക് CPM-ൻ്റെ പോലെ ഒരു കേഡർ സമൂഹത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനം ശ്രമിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നേതാക്കന്മാർ ബൂത്ത് തലം തുടങ്ങിയിട്ട് സംസ്ഥാന തലം വരെ വേണം. എല്ലാ സ്ഥലത്തും വേണം. നിങ്ങൾ പറയുന്നതുമല്ല, CPM-ൻ്റെ അടിയുറച്ച സംവിധാനം എന്താണ്? ലോക്കൽ കമ്മിറ്റിയുടെ മെമ്പർ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കി നമ്മൾ ചർച്ച ചെയ്യില്ലേ? കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി നമ്മൾ എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? മണ്ഡലം കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ടോ? നമ്മൾ ചർച്ച ചെയ്ത് KPCC DCC വരെ നിൽക്കുള്ളൂ. ഇതങ്ങനെയല്ല. ഏരിയ കമ്മിറ്റി നമ്മൾ ചർച്ച ചെയ്യും. ഒരു ഏരിയ സെക്രട്ടറിയുടെ പേരിൽ ഒരു ആരോപണം വരുമ്പോൾ നമുക്ക് എന്തൊരു ചർച്ചയാണ്. കാരണം എന്താ? അവിടെ ഒരു കേഡർ സംവിധാനമുണ്ട്. ആ പറയുന്ന നമ്മൾ എപ്പോഴും പറയില്ല, CA-ൻ്റെ മേലെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയ സെക്രട്ടറി നിൽക്കുക എന്ന് നമ്മൾ ചർച്ച ചെയ്യുള്ളൂ. ഏതെങ്കിലും മണ്ഡല പ്രസിഡന്റിനെ കുറിച്ച് നമ്മളത് കേട്ടിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ മണ്ഡല പ്രസിഡന്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ CA-ൻ്റെ മേലെയാണ് നിൽക്കുന്നതെന്ന്? ഒരിക്കലും കേട്ടില്ല. കാരണം അവിടെ കേഡർ സംവിധാനം, അതാണ് കേഡർ സംവിധാനം. ഏത് ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഈ സംവിധാനത്തെയാണ് ഇവർ കേഡർ സംവിധാനം. അതിനെന്താണ്? അതിന് പവർ വേണം. ആ പവറിലേക്ക് ഈ പറഞ്ഞ കോൺഗ്രസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കോർപ്പറേഷൻ്റെ തലപ്പത്ത് KPCC പ്രസിഡന്റിനെയും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. കോൺഗ്രസിൻ്റെ സംവിധാനം പോയി നിൽക്കുന്നത് എവിടെയാണെന്ന്. നല്ല സംവിധാനമാണ്. ഇതിന് നമുക്ക് ഉയർത്താൻ പറ്റിയാണ്. നല്ല സംവിധാനമാണ്. ഈ പറഞ്ഞ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് ഒരു മുനിസിപ്പാലിറ്റിയുടെ ചാർജ് കൊടുത്തേക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ പറഞ്ഞ ജനവിരുദ്ധ വികാരം നമ്മൾ സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ വികാരം വോട്ടാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പ്രയത്നിക്കേണ്ട ഒരാളെ കൊണ്ടിട്ട് എവിടെ കെട്ടിയെന്നറിയോ നിങ്ങൾക്ക്? ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റിയെ കെട്ടി. ഈ പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ. ഇപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. കണ്ണൂർ കോർപ്പറേഷൻ തോറ്റാൽ എന്താ സംഭവിക്കുക? KPCC പ്രസിഡന്റ് മറുപടി പറയേണ്ടി വരും. അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ 100 മണിക്കൂറാണ് പണിയെടുക്കുന്നതെങ്കിൽ 20 മണിക്കൂറെങ്കിലും ഈ കണ്ണൂരിന് വേണ്ടി മാറ്റി വെക്കണം. അല്ലാതെ അത് പറ്റുമോ? അതിന് അവരെന്താണ് ചെയ്തിരുന്നത്? ഈ KPCC പ്രസിഡന്റ് കേരളത്തിലുള്ള മുഴുവൻ സംവിധാനത്തിൻ്റെയും ചർച്ച ചെയ്ത് അതിൻ്റെ അകത്ത് പ്രൊഡക്ടിവിറ്റി വരാനുള്ള ഒരു ബദൽ രേഖയല്ലേ ഉണ്ടാക്കേണ്ടത്. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഈ എറണാകുളം ആലപ്പുഴ ഭാഗത്ത് നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരുന്ന രമേശ് ചെന്നിത്തലനെ എവിടെ കൊണ്ടുപോയി? കോഴിക്കോട് കോർപ്പറേഷൻ ചാർജ്. ഒരിക്കലും ജയിക്കില്ല എന്ന് ഇവർക്ക് ഉറപ്പുള്ള കോഴിക്കോട്. എന്താ സംവിധാനം സാറേ? നിങ്ങളിത് മനസ്സിലാക്കിയാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. ഇതെന്താണ്? നിങ്ങൾ ഓരോന്നിനും തലപ്പത്തിന് കൊടുത്തു. ഒരു കേസ് നിങ്ങൾ രമേശ് ചെന്നിത്തലനെ കൊണ്ട് കോഴിക്കോട് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? നിങ്ങളെന്താ ഈ കോഴിക്കോട് കോർപ്പറേഷൻ എങ്ങാനും തോറ്റാണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ ക്ലൈം പോയി. VD സതീശൻ എറണാകുളത്ത് തോറ്റാൽ മുഖ്യമന്ത്രിയുടെ ക്ലൈം പോയി. നിങ്ങൾക്കൊരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ജയിപ്പിക്കാൻ പറ്റാത്ത ആൾ നിങ്ങൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചു വരുന്നത്? KPCC പ്രസിഡന്റിനെ കൊണ്ടുപോയിട്ട് കണ്ണൂരിൻ്റെ ചാർജ് കൊടുത്തു. കണ്ണൂരെങ്ങാനും തോറ്റുപോയാൽ എന്താ പറയുക? എന്ത് ക്ലൈമാണ്? നിങ്ങൾക്കൊരു കോർപ്പറേഷൻ ജയിപ്പിക്കാൻ പറ്റുന്നില്ല. നിങ്ങളാണോ എന്ത് ചോദിച്ചിട്ട് വരുന്നത്? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൊടുത്തേക്കണേ. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ആ ലെവലിലേക്ക് ഈ പാർട്ടിനെ കൊണ്ടുവന്നു. അതാണ് ഞാൻ പറഞ്ഞ കേഡർ സംവിധാനം. ഈ കേഡർ സംവിധാനത്തിലേക്ക് ഈ പാർട്ടിനെ കൊണ്ടുവന്ന ഒരു കേഡറായ ആൾ വേണ്ടേ? ആരാ കോൺഗ്രസിൻ്റെ കേഡറായ ആൾ? നിങ്ങളൊന്ന് പറഞ്ഞേ. അത് KC വേണുഗോപാലാണെന്നേ. കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ കേഡറായ നേതാവ് KC വേണുഗോപാലാണ്. അത് ഞാനാണ് എന്ന് അദ്ദേഹം ഈ പറഞ്ഞ യോഗത്തിൽ തീരുമാനിച്ചു എന്നുള്ളതാണ്. ആ തീരുമാനിച്ചിട്ട് എന്ത് ചെയ്തു? രമേശ് ചെന്നിത്തലേനെ എറണാകുളത്ത്, രമേശ് ചെന്നിത്തല കോഴിക്കോട്, VD സതീശനെ കൊച്ചിയിൽ, സുധാകരനെ കണ്ണൂർ, PC വിഷ്ണുവാണ് തിരുവനന്തപുരത്ത്, ശിവകുമാറിനെ കൊല്ലത്ത്. ഇത്രയും നിർത്തിക്കളഞ്ഞു. ഈ പറഞ്ഞ ആർക്കും ഇനി ക്ലൈമില്ല. നിങ്ങൾ നോക്കിക്കോ. ഇനി എന്ത് ചെയ്യണം? ഇവരുടെ പ്രൊഡക്ടിവിറ്റി മുഴുവൻ ഈ മണ്ഡലങ്ങളിലേക്ക് ചുരുങ്ങും. അതിന് മുമ്പ് എത്ര ഇലക്ഷനാണ് നടക്കുന്നറിയോ? 3 ഇലക്ഷനാണ് നടക്കുന്നത്. വയനാട് പാർലമെൻറ്റ് ഇലക്ഷൻ, 2 നിയമസഭാ ഇലക്ഷനാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് ഇലക്ഷൻ. ഈ പാലക്കാട് ഇലക്ഷൻ്റെ ഉത്തരവാദിത്വം എന്തുകൊണ്ടാണ് ഇവരാരും ഏറ്റെടുക്കാതെ പോയി ഇന്നത്തെ ചർച്ചയിൽ? ഈ പറഞ്ഞ ക്യാമ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് ഈ പാലക്കാടത്തെ കാര്യമല്ലേ? ആരും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? ഈ പറയുന്ന അജണ്ട സെറ്റ് ചെയ്യുന്ന സംവിധാനം ആദ്യമേ കോൺഗ്രസ്സിൽ നിൽക്കണമെന്നേ. അജണ്ട സെറ്റ് ചെയ്യണം. ഇവനെ എങ്ങനെ തെറിപ്പിക്കാം, ഇവനെ എങ്ങനെ തോൽപ്പിക്കാം, ഇവനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എനിക്ക് എതിരെ നിൽക്കുന്ന ആൾ, ഇവനെ എങ്ങനെ മാറ്റിയാൽ എനിക്ക് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോകാം, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് പോകാം, ഇവനെ KPCC പ്രസിഡന്റിൽ നിന്ന് മാറ്റിയാൽ എനിക്ക് KPCC പ്രസിഡന്റ് ആവുന്ന സംവിധാനം ആദ്യം മാറ്റണം. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഇവർ തമ്മിൽ അടി പുറത്തേക്കുള്ളൂ. ഇത് മാറിയാലേ അടി മാറുള്ളൂ.
ഇത് മാറിയാൽ അടിമാറുള്ളൂ. അപ്പോൾ ആ ലെവലിലേക്ക് കോൺഗ്രസിൻ്റെ ചർച്ച പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ളതിനേക്കാളും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷം ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ. ഇന്നത്തെ ഗോവിന്ദൻ മാഷയുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? ഭയങ്കര ദൃഢമായിട്ടുള്ള സംസാരമാണ്. ആ ദൃഢമായ സംസാരം എങ്ങനെയാണ്? നിങ്ങൾ പണാധിപത്യം നിങ്ങൾക്ക് പാടില്ല. ഏത് പാർട്ടി സെക്രട്ടറി പറയുന്നതാണ്, പണാധിപത്യം നിങ്ങൾക്ക് പാടില്ല. നിങ്ങളെന്താ നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം നിങ്ങൾ മാറ്റണം. നിങ്ങൾക്ക് എന്തെങ്കിലും സ്വഭാവ ദൂഷ്യം ഉണ്ടെങ്കിൽ മാറ്റണം. അത് ആരോടും കൂടി ആയിരിക്കും, അത് മനസ്സിലാക്കിയാൽ മതി. ആ ആളോട് കൂടെ പറയുകയാണ് നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം മാറ്റണം. പണത്തിനോടൊരു ആധിപത്യം നിങ്ങൾക്ക് പാടില്ല. ഇതിൽ എന്താണ് തെറ്റായ ഒരു പ്രവണതയും ഈ പാർട്ടിയിൽ വെച്ച് ഉറപ്പിക്കില്ല. എത്ര വ്യക്തമായ സ്റ്റേറ്റ്മെൻ്റ് ആയി കൊടുക്കുന്നത്. ആ വ്യക്തമായ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മുമ്പിൽ സാറേ ഇന്നത്തെ ക്യാമ്പിൽ പറഞ്ഞതും തമ്മിലൊന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയേ. ഞാൻ ഈ കുറച്ച് നാളുകളായിട്ട് ഗോവിന്ദൻ മാഷിൻ്റെ പ്രസംഗം ശ്രദ്ധിക്കുന്ന ആളാണ്. ഇന്നത്തെ ഗോവിന്ദൻ മാഷിൻ്റെ പ്രസംഗത്തിൽ കുറേ കയ്യടി കൂടുതൽ കിട്ടി. ഈ പറഞ്ഞ നിങ്ങൾ തെറ്റായ പ്രവണത ഈ പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കില്ല എന്ന് പറഞ്ഞപ്പം നല്ല കരഘോഷമാണ് അവിടുന്ന്. കാരണം എന്താ അറിയോ? അണികൾക്ക് ഇവിടെ തെറ്റായ പ്രവണത ഉണ്ടെന്ന് മനസ്സിലായി. അത് ആ പാർട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ CPM-ൻ്റെ പ്രശ്നം തീരും. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. 65% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയിക്കുമെന്ന് അരുണ് പറഞ്ഞതല്ലേ? 75% കടന്നാലുണ്ടല്ലോ, 75% കടന്നിട്ട് 2021 75%. 65 ഈ പറഞ്ഞ സംവിധാനം ഉണ്ടാവും. നമുക്കിപ്പോൾ തന്നെ വിലയിരുത്താം. നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷനിൽ ഇടതുപക്ഷം 75%ത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ 100% ഉറപ്പായിരിക്കും. അതെന്താണ് ഈ പറഞ്ഞ 99 വേണ്ടപ്പോൾ 72 73 ഉണ്ടെങ്കിലും ഇടതുപക്ഷ അധികാരത്തിൽ വരും. നിങ്ങളത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അറിയോ? അച്യുതാനന്ദൻ ഗവൺമെൻറ് മാറി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വരുമ്പോൾ 2 സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ പറഞ്ഞ ഒരു ന്യായീകരണമില്ല അന്ന്. ഈ പറഞ്ഞ ഒരു ന്യായീകരണം ഈ 2 ഉമ്മൻചാണ്ടി അവിടെ ഉണ്ട്. ഉമ്മൻചാണ്ടി അവിടെയുണ്ട്. അവരെ സ്റ്റാർ ക്യാമ്പയിനാണ്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. ഈ പറഞ്ഞ എല്ലാ ഉമ്മൻചാണ്ടിക്കുള്ള പോസിറ്റീവ് വശങ്ങളും ഉള്ളപ്പോൾ തന്നെ ആകെ 2 സീറ്റേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ, ഇടതുപക്ഷത്തിന് മേടിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം വ്യത്യാസം വന്നത്? അത് ഇടതുപക്ഷത്തിൻ്റെ ഗ്രാസ് റൂട്ടിലുള്ള ഒരു പാർട്ടി സംവിധാനമുണ്ട്, ആ പാർട്ടി സംഘടനാ സംവിധാനമുണ്ട്. ആ പാർട്ടി സംഘടനാ സംവിധാനം 75% മേലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഇലക്ഷനിൽ അത്രയും അവരുടെ ആ സ്ഥാപനങ്ങളെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിർത്താൻ കഴിഞ്ഞാലുണ്ടല്ലോ ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം നേരെ തിരിയും. അതിനേക്കാളും വലിയൊരു വ്യത്യാസം എന്താണെന്നറിയോ? ഈ പറഞ്ഞ പാലക്കാട് ഇലക്ഷനിൽ ഏതെങ്കിലും കാരണവശാൽ BJP ഞാൻ ഇന്നലെ മീറ്റ് ദ ഡീറ്റെയിൽസിൽ പറഞ്ഞു. എന്താണ് ഈ പറഞ്ഞ ഇപ്രാവശ്യം ക്രോസ് വോട്ടിങ് നടക്കില്ലെന്നേ. ഇപ്പോൾ CPM-ൻ്റെ വോട്ട് കോൺഗ്രസിന് കൊടുത്തേക്കാം, കോൺഗ്രസ്സുകാർ ജയിച്ചോട്ടെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയിലായിരിക്കും. ഇപ്പോൾ രാഹുൽ മാങ്കടത്തിൻ്റെ കൂട്ടത്തിലെ പോലെ ആളാണ് പാലക്കാട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നതിലുണ്ടല്ലോ ടിറ്റോ ത്രികോണ മത്സരമായിരിക്കും. ഒരു കാര്യം അതിൻ്റെ അകത്തും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ ഏതെങ്കിലും കാരണവശാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന BJP ആണെന്ന് ഓർക്കണം. അവിടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന BJPക്ക് എങ്ങാനും ഒരു എഡ്ജ് കൂടുതൽ കിട്ടി അവിടെ ജയിക്കുകയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംവിധാനങ്ങൾ മുഴുവൻ മാറി പറയും. കേരളത്തിൽ രാഷ്ട്രീയ കാലാവസ്ഥ മാറാൻ ഏറ്റവും വലിയ സാധ്യത ഈ ഒറ്റ സീറ്റ് മതി BJPക്ക്. നിയമസഭയിലേക്ക് ഒരു ബൈ ഇലക്ഷനിൽ BJP ജയിച്ചു വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്ത്യയിൽ ഇമ്പാക്റ്റ് ഉണ്ടായി. അവരുടെ എല്ലാ സംവിധാനങ്ങളും യൂസ് ചെയ്യുന്നത്. ആ സംവിധാനങ്ങൾ യൂസ് ചെയ്യാനുള്ള എല്ലാ പണികളും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താ അറിയോ? പാലക്കാട് CPM ഒരു പ്രോഗ്രാം നടത്തിയിട്ടില്ല, കോൺഗ്രസ് ഒരു പ്രോഗ്രാം നടത്തിയിട്ടില്ല. പക്ഷേ BJP സുരേഷ് ഗോപിനെയും ഈ പറഞ്ഞ ജോർജ് കുര്യനെയും കൊണ്ടു നിർത്തിയിട്ട് യോഗം നടത്തിയത് പാലക്കാടാണ്. എല്ലാ ശോഭാ സുരേന്ദ്രനെ അടക്കം എല്ലാ നേതാക്കന്മാരും നിർത്തി പാലക്കാട് നിർത്തി. കാരണം അവരുടെ മനസ്സിലെ ഏക ലക്ഷ്യം എന്താണ്? ഒരു നിയമസഭയിലേക്ക് എനിക്ക് ഒരു സ്ഥാനാർത്ഥി കയറ്റി വിടുക, ബാക്കി ഞങ്ങൾ പിടിച്ചോളാം എന്നുള്ളതാണ്. മാസ്റ്റർ പ്ലാനാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ പുറകെ, ഈ പറഞ്ഞ SNDP-യുടെ പുറകെ ഈ പറഞ്ഞ സംവിധാനങ്ങൾ. ഇന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞ വേറൊരു കാര്യം ഉണ്ടെന്നറിയോ? SNDP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിൻ്റെ ഭാര്യ ഈ പറഞ്ഞ BJPക്ക് വോട്ട് പിടിക്കാൻ ഇറങ്ങിയെന്ന് പറഞ്ഞ് ഹിന്ദുത്വ അജണ്ടയ്ക്ക് പുറകെ പോയി. ഇന്ന് വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്. കാരണം അതിന് അവർ കറക്റ്റായിട്ട് കാണുന്നുണ്ട് ഇവർക്ക് ഇടതുപക്ഷത്തിന് എവിടെയാണ് ദോഷം പറ്റുക. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ വോട്ടിൽ ചോർച്ച വന്നാൽ അത് ഇടതുപക്ഷത്തെ കാര്യമായി ബാധിക്കുമെന്നുള്ള ബോധ്യം ആർക്കുണ്ട്? ഇടതുപക്ഷത്തുണ്ട്. അതുകൊണ്ട് അവരിത് കുറേ ദിവസങ്ങളായി പറയുക. എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്? നല്ല രീതിയിൽ ബന്ധമുള്ള വെള്ളാപ്പള്ളി നടേശനും ഈ പറഞ്ഞ പിണറായി വിജയനും നല്ല ബന്ധമാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഗോവിന്ദൻ മാഷ് ആ ബന്ധങ്ങളൊന്നും നോക്കുന്നില്ല. ഗോവിന്ദൻ മാഷ് വെട്ടി തുറന്ന് എല്ലാ യോഗങ്ങളും പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ BJPക്ക് വോട്ട് പിടിക്കാൻ ഇറങ്ങി, ഭാര്യ BJPക്ക് വോട്ട് പിടിക്കാൻ ഇറങ്ങിയെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നവോത്ഥാന സമിതിയുടെ ചെയർമാൻ അല്ല, അത് ഞാൻ പറഞ്ഞത് ആ ബന്ധം പാർട്ടി നോക്കുന്നില്ല,
അരുൺ സാറേ. പാർട്ടി നോക്കുന്നില്ല. പാർട്ടി എപ്പോഴും എന്താ നോക്കുന്നത്? പാർട്ടി അവരുടെ കേഡർ സംവിധാനത്തിലുള്ള വോട്ട് ചോർച്ച ഉണ്ടാവാൻ കാരണക്കാരൻ ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനാണ്. ഈ വെള്ളാപ്പള്ളി നടേശനാണെന്ന് പറയുകയാണ്. ആ സംവിധാനത്തിലേക്ക് ഈ സംവിധാനത്തെ മാറ്റി. അപ്പം ഞാൻ പറയുന്നത് ഈ ചർച്ച BJPക്ക് എതിരെയുള്ള ഒരു ചർച്ചയാണ്. BJPൻ്റെ വളർച്ചയെ കോൺഗ്രസ് ഈ ക്യാമ്പിൽ കാണാതെ പോയി എന്നുള്ളത് വലിയ വീഴ്ചയാണ്. പക്ഷേ ഇവർ പറഞ്ഞ കാര്യങ്ങൾ കേഡർ സംവിധാനത്തിലേക്ക് ഈ പാർട്ടീനെ മാറ്റാൻ കഴിഞ്ഞാൽ അത് വലിയ മാറ്റത്തിനേക്കായിരിക്കും. കേഡറുമായി മാറണമെങ്കിൽ നേതാക്കൾ മാത്രം പോരാ, ഒരു പ്രയോഗം വേണം, ഒരു സിദ്ധാന്തം വേണം. ഈ തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന പ്രയോഗവും സിദ്ധാന്തവും എന്താണെന്നൊരു ചോദ്യമുണ്ട്. അത് നമ്മുടെ മുന്നിലുണ്ട് താനും. നമുക്ക് എന്തായാലും ഒരു ഇടവേളയ്ക്ക് പോകാം. വെൽക്കം ബാക്ക്. അകൽച്ച വോട്ടാക്കാനോ KPCCയുടെ ശ്രമം? സുജയ. അകൽച്ച വോട്ടാക്കി മാറ്റി ഭരണത്തിൽ വരിക എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. കാരണം കേരളത്തിൽ നോക്കൂ, 2 ടേമായിട്ട് പ്രതിപക്ഷത്തിരിക്കുകയാണ്. മടുക്കില്ലേ ആർക്കായാലും? കേന്ദ്രത്തിലാണെങ്കിൽ 3ാമത്തെ ടേമാണ് ഇപ്പോൾ പ്രതിപക്ഷ നിരയിൽ ഇരിക്കുന്നത്. ഭരണപക്ഷ നിരയിൽ ഇരിക്കാൻ, ഒരു മന്ത്രിയാകാൻ, മുഖ്യമന്ത്രിയാകാനൊക്കെ കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നതിൽ എങ്ങനെയാണ് തെറ്റു പറയാൻ കഴിയുക? അപ്പോൾ അവരുടെ മുന്നിലുള്ള എല്ലാ സാധ്യതകളും അവർ പരിശോധിക്കും. അതിൽ എങ്ങനെയാണ് കൂടുതൽ ജനങ്ങളെ ആകർഷിച്ച് സീറ്റ് ഉറപ്പിക്കാൻ കഴിയുക എന്നത് പരിശോധിക്കും. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തൊരു അകൽച്ചയെന്നല്ല, ഇടതുപക്ഷത്തൊരു നേരിയ തലമുടി നാരിഴ പോലെയുള്ള ഒരു ചെറിയ കാര്യമുണ്ടെങ്കിൽ അതുപോലും പിടിച്ച് വോട്ടാക്കാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവ് സമാപിക്കുമ്പോൾ അതിൽ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം VD സതീശൻ അത് പ്രസംഗത്തിൽ കൃത്യമായി പറയുകയും ചെയ്തു. കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നാൽ മാത്രം പോരാ എന്നത് കൃത്യമായ സ്റ്റേറ്റ്മെന്റ് VD സതീശന്റെ ഭാഗത്ത് നിന്ന് പ്രസംഗത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഉണർന്ന് പ്രവർത്തിച്ചാൽ ജയിക്കാം. അത് കോൺഗ്രസിനും അറിയാം, കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം. ഈ കോൺഗ്രസ് എന്താണ് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നത്? ഒന്ന് ആ പരസ്യത്തിൽ പറയുന്നത് പോലെ ഉണരൂ ഉപഭോക്താവെ ഉണരൂ എന്ന് കോൺഗ്രസിനോട് ജനങ്ങൾ പറയുകയാണ്. കാരണം ഇടതുപക്ഷത്തെ കൊണ്ട് ഞങ്ങൾ മടുത്തു, ഞങ്ങൾക്ക് ഇനി വേണ്ട, പക്ഷെ നിങ്ങളൊന്ന് പ്രവർത്തിച്ചാലല്ലേ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയൂ. അത് ജനങ്ങൾ പറയുന്നത് കോൺഗ്രസ് കേട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വയനാട്ടിൽ നിന്ന് വരുന്ന ഈ നേതാക്കളുടെ പ്രസംഗങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വെറുതെ അങ്ങ് ജയിക്കാൻ കഴിയുമോ? ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ആദ്യം കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കണം. അതിനുശേഷം നമ്മൾ ഈ പ്രഭാത കൃത്യങ്ങൾ പോലെ ഇവരും ഒരു മുന്നൊരുക്കം നടത്തണം. ആ മുന്നൊരുക്കമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചുമതലകൾ വീതിച്ച് നൽകിക്കൊണ്ട്, അതായത് ഓരോരുത്തർക്കും അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യുകയാണ്. അതായത് ഉത്തരവാദിത്ത ബോധത്തോടെ നിങ്ങൾ ഓരോരുത്തരും കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് കരയ്ക്കടുപ്പിക്കാൻ കഴിയൂ. അല്ലാതെ ഒരാൾ തുഴഞ്ഞോളും, ഞങ്ങളൊക്കെ അങ്ങ് കര എത്താറാകുമ്പോഴേക്കും ചാടി കയറാം, വേറെ ചെറിയ വള്ളങ്ങളിലൊക്കെ വന്നിട്ട് ബോട്ടിലേക്ക് കയറിക്കോളാം, അതുവരെ ബോട്ട് ഒറ്റയ്ക്ക് ഓടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓടിക്കാൻ തയ്യാറല്ല എന്ന് ഹൈക്കമാൻഡ് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രസംഗത്തിലൊക്കെ AC വേണുഗോപാൽ ആമുഖത്തിലായാലും അവസാനമായാലും ഇന്നലെയും ഇന്നും പറഞ്ഞൊരു കാര്യം, വിഭാഗീയ പ്രവർത്തനവും കൊണ്ട് ഒരുത്തരും ഇങ്ങോട്ട് വരേണ്ട എന്നത് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗ്രൂപ്പ് കളി, അതുപോലെ തന്നെ അവനവന് വേണ്ടിയുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള അടി, അതൊന്നും ഇനി വെച്ചു പൊറുപ്പിക്കില്ല. കാരണം ഇനിയൊരു തോൽവി എന്ന് പറയുന്നത് കോൺഗ്രസിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കേന്ദ്രത്തിൽ ഇപ്പോഴുണ്ടായ തോൽവി എന്ന് പറയുന്നത് അവർക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞെങ്കിലും ആശ്വസിക്കാം. കാരണം തകർന്നു കിടന്ന കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുന്ന തരത്തിലേക്ക് വളരാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനത്തിലേക്ക് വരാൻ, UP-യിലടക്കം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിലേക്ക് കൊണ്ടുപോകാൻ, മുന്നണിയെ ഒന്ന് ഉണർത്താൻ അതിനൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസിറ്റീവ് സ്ട്രോക്ക് അവർക്ക് ഭരണത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലുമുണ്ട്. ഇവിടെ അതില്ല. ഇവിടെ കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പോലും ഒരു മോശം പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ അത് കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇവരെ കൊണ്ട് ഒരു കാര്യവുമില്ല, ഇവരിനി വേണ്ട, BJP എങ്കിൽ BJP വരട്ടെ എന്ന് ജനം തീരുമാനിക്കും. ആ ചോയ്സ് ജനത്തിനെടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം പെർഫോം ചെയ്യാത്ത ഒരു പ്രതിപക്ഷത്തിനും പെർഫോമൻസ് കണ്ട് മടുത്തിരിക്കുന്ന ഒരു ഭരണപക്ഷത്തിനും ഇടയിൽ നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. അപ്പോൾ അവരുടെ നോർമൽ ചോയ്സ്, നാച്ചുറൽ ചോയ്സ് എന്ന് പറയുന്നത് BJP ആയി മാറും. കാരണം ഇവന്മാരെ ഒന്ന് അധികാരത്തിൽ എത്തിച്ചു നോക്കാം, ഇവന്മാർ ഭരിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം എന്ന ഒരു ചിന്ത കേരളത്തിലെ ജനങ്ങൾക്ക് വരും എന്നുള്ളത് കോൺഗ്രസ് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല എല്ലാ സാധ്യതകളും ഉപയോഗിക്കാനായി BJP പുറത്ത് തയ്യാറെടുക്കുന്നു. അവർ സംവിധാനത്തെ ഉണർത്തിക്കഴിഞ്ഞിരിക്കുന്നു, യോഗങ്ങൾ നടത്തുന്നു. അതുപോലെ ഇപ്പോൾ ആൻഡോ സാർ സൂചിപ്പിച്ചതുപോലെ പാലക്കാട്ടൊക്കെ നടത്തുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ആ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തന്നെയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് പിടിക്കുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അത് തിരിച്ചറിയുന്ന കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ശക്തനായ നേതാവാണെന്ന് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലൊന്നും പാലക്കാട്ട് വന്നു നിന്നാൽ ജയിക്കാനായിട്ടുള്ള ഒരു കാരിസ്മയും ഇല്ല എന്നുള്ളത് പാലക്കാട്ടെ കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലൊന്നും വേണ്ട. പാലക്കാട്ടെ കാര്യമല്ല പറഞ്ഞത്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതെ, പക്ഷേ ആ മാറ്റം വരുത്തിയ നേതാവിനെ പാലക്കാട്ട് പരീക്ഷിച്ചാൽ കോൺഗ്രസിന്റെ കയ്യിലുള്ള ഷാഫി പറമ്പിലിന്റെ സീറ്റ് എന്ന് പറയുന്നത് ഒരു താലത്തിൽ വെച്ച് BJPക്ക് കൊടുക്കുന്നത് പോലെ BJP കൊണ്ടുപോകും എന്നുള്ളതാണ് വസ്തുത. കാരണം ഏറ്റവും നല്ല രീതിയിൽ പാലക്കാട്ട് BJPക്ക് മെക്കാനിസം ഉണ്ട് എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പോലെയല്ല, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ മെഷീനറി കുറച്ചുകൂടി നന്നായി കാര്യക്ഷമമായി ഫംഗ്ഷൻ ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് സാർ ഇപ്പോൾ പറഞ്ഞല്ലോ പാലക്കാട്ടെ ചുമതല ആർക്കും കൊടുത്തില്ല, അതവർ കെയർഫുള്ളായി തന്നെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. കാരണം വയനാട് ഉപതെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ്, ഇതിന് മൂന്നിനുമായിട്ടുള്ള ഒരു സ്ക്രീനിങ് കമ്മിറ്റിയും അതുപോലെ തന്നെ അവിടെ ഉത്തരവാദിത്തങ്ങൾ ഡിവൈഡ് ചെയ്യുന്നതും ഒക്കെ പിന്നീടായിരിക്കും അവർ ചെയ്യുക. ഇതിൻ്റെ കൂടെ കൊടുക്കുന്നില്ല. ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഈ നേതാക്കൾക്ക് വിഭജിച്ച് കൊടുത്തതിലെ സാറിൻ്റെ ഒബ്സർവേഷനോട് ഒരു പരിധിവരെ ഞാൻ യോജിക്കുന്നുണ്ടെങ്കിലും അതിൽ
KC വേണുഗോപാൽ അങ്ങനെ എല്ലാവരിലേക്കും ഈ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം വിട്ടുകൊടുത്തിട്ട് KCക്ക് ഒറ്റയ്ക്ക് മുഖ്യമന്ത്രി കസേരയിൽ കയറി ഞെളിഞ്ഞിരിക്കാനാണ് എന്നുള്ള ഒരു അജണ്ടയൊന്നും അല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെയുള്ള അജണ്ടയൊന്നും അല്ല, KC ഞാൻ പറഞ്ഞതിന്റെ അകത്ത് KC എല്ലാവരെയും പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ മുഴുവൻ ചാർജുള്ള ആൾക്കാരെ മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുവച്ചു എന്നുള്ള കാര്യം അതിന് കാരണമുണ്ട് സാർ, അത് ഞാൻ പറയാം. അല്ലാതെ KC ആരെയും ഒതുക്കിയതൊന്നുമില്ല. ആരെയും ഒതുക്കിയിട്ടല്ലോ AICC ജനറൽ സെക്രട്ടറി ആയത്. അത് കഴിവുകൊണ്ട് ഓരോ പടിപടിയായി കയറി തന്നെ അവിടെ എത്തിയതാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിലായാലും ഒക്കെ ആ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കായാലും പ്രിയങ്ക ഗാന്ധിക്കായാലും സോണിയാഗാന്ധിക്കായാലും അവരുടെ ഒരു ഫസ്റ്റ് കോൾ പോകുന്നത് KCക്ക് എന്ന രീതിയിലേക്ക് ആ ഒരു ബന്ധം വളർന്നത് ആ കൃത്യമായ കാര്യങ്ങൾ നിർവഹിച്ചത് കൊണ്ടാണ്. ഇവിടെ ഇനി ചുമതലകൾ നിർവഹിച്ചതിൽ ഈ ഓരോരുത്തർക്കായി വിഭജിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെയൊക്കെ അങ്ങ് ചെറുതാക്കിയോ എന്നൊരു ചോദ്യം ചോദിച്ചല്ലോ. അപ്പോൾ ചെറുതാക്കിയോ എന്നൊന്ന് നമുക്ക് നോക്കാം. ഈ കോർപ്പറേഷന്റെ ഭരണം പിടിക്കുക, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അത് LDF-നായാലും UDF-നായാലും BJP-ക്കായാലും കോർപ്പറേഷനുകളുടെ ഭരണം പിടിക്കുക എന്നുള്ളതാണ്. തിരുവനന്തപുരത്തൊക്കെ BJP പഠിച്ച പണി 18 നോക്കി കഴിഞ്ഞ തവണ ഭരണം പിടിക്കുന്നതിന്. ചെറിയ വ്യത്യാസത്തിലാണ്. കുറച്ചുകൂടി ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ കോൺഗ്രസിന് കിട്ടിയ സീറ്റുകൾ കൂടി BJP-യിലേക്ക് വന്നിരുന്നെങ്കിൽ കഥ മറ്റൊന്നായേനെ. ഇത്തവണ അവർ തിരുവനന്തപുരവും തൃശ്ശൂരും പിടിക്കും എന്നുറപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കോൺഗ്രസിന് ഒട്ടും തന്നെ എളുപ്പമല്ല കാര്യങ്ങൾ. തിരുവനന്തപുരത്തും തൃശ്ശൂരിലും LDF വേഴ്സസ് BJP എന്ന രീതിയിലായിരിക്കും ഇക്കുറി മത്സരം എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം തൃശ്ശൂരിലെ മേയറുടെ അടക്കം നിലപാട് കണ്ടില്ലേ? ആരാണ് മെച്ചമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് പറയുന്നു, തെരഞ്ഞെടുപ്പിന് ശേഷം അത് ആവർത്തിക്കുന്നു. അപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനും BJP കണ്ണുവച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനായി AICC സെക്രട്ടറി കൂടിയായ PC വിഷ്ണുനാഥിനെ നിയോഗിക്കുന്നത്. PC വിഷ്ണുനാഥ് അവിടെ പോയി എന്ത് മാജിക് കാണിച്ചാലും തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസ് പിടിക്കാൻ പോകുന്നില്ല. ഇനി തൃശ്ശൂരിൽ AICC സെക്രട്ടറി റോജി M. ജോണിനാണ് ചുമതല കൊടുത്തിരിക്കുന്നത്. തൃശ്ശൂരും കോൺഗ്രസ് പിടിക്കാൻ പോകുന്നില്ല. അവിടെയും LDF വേഴ്സസ് BJP ആയിരിക്കും മത്സരം. ഇനി കൊല്ലത്ത് രാഷ്ട്രീയകാര്യ സമിതി അംഗം VS ശിവകുമാറിനാണ് ചുമതല കൊടുത്തിരിക്കുന്നത്. അവിടെ വലിയ കാര്യമൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. കാരണം ഇടതുപക്ഷത്തിന്റെ എത്രത്തോളം ശക്തി അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ഇനി കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് നിലവിൽ കോൺഗ്രസിന് ഭരണമുള്ളത്. അത് K. സുധാകരന് ചുമതല കൊടുക്കുകയാണ്. KPCC അധ്യക്ഷനായ K. സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ചപ്പോഴുള്ള പിണറായിയുടെ മണ്ഡലത്തിൽ, ഗോവിന്ദൻ മാസ്റ്ററുടെ മണ്ഡലത്തിൽ CPM-ന്റെ കോട്ടകളിലൊക്കെ കടന്നു കയറി അവിടെയൊക്കെയുള്ള വോട്ട് മരം കുലുക്കി വോട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നയാളാണ് K. സുധാകരൻ. അപ്പോൾ ആ K. സുധാകരൻ കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തും എന്ന ആത്മവിശ്വാസത്തിലാണ് K. സുധാകരനിലേക്ക് അത് ആ ചാർജ് കൊടുക്കുന്നത്. കാരണം കണ്ണൂരിൽ K. സുധാകരൻ പറയുന്നതിനേക്കാൾ നന്നായി ആര് പറഞ്ഞാലാണ് കോൺഗ്രസ്സുകാർ കേൾക്കുക, ആര് പറഞ്ഞാലാണ് കണ്ണൂരിലെ സംഘടനാ സംവിധാനം ചലിക്കുക? അവിടെ VD സതീശൻ പോയി നിന്നിട്ട് എന്ത് കാര്യം? അവിടെ K. സുധാകരൻ തന്നെ വേണം. അതുകൊണ്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ ചുമതല K. സുധാകരന് കൊടുത്തത്. ഇത്തവണയും അവർ തന്നെ ഭരണം നിലനിർത്താനുള്ള സാധ്യതയാണ് കണ്ണൂരിൽ നമ്മൾ കാണുന്നത്. ഇനി തൃശ്ശൂരും കൊച്ചിയും കഴിഞ്ഞ തവണ ചെറിയ വ്യത്യാസത്തിലാണ് നഷ്ടമായത്. അതുകൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ടെങ്കിൽ കൊച്ചി മാത്രം നോക്കിയാൽ മതി. കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ താഴെത്തട്ട് മുതൽ ബൂത്ത് തല മുതൽ ഈ വോട്ട് ചേർത്തു എന്നൊക്കെ പറഞ്ഞ് K. മുരളീധരൻ പറയുന്നുണ്ടല്ലോ. ആ വോട്ട് ചേർത്തതൊക്കെ ഈ കോർപ്പറേഷന്റെയും പരിധിയിലേക്കൊക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആ വോട്ടൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അത് പറയാം സാർ, ഞാൻ അതിലേക്ക് വരികയാണ്. ഞാൻ തൃശ്ശൂർ എത്തിയതല്ലേ ഉള്ളൂ. അപ്പോൾ തൃശ്ശൂരിൽ ഇതാണ് സംഭവിച്ചത്. ഇനി കോഴിക്കോട്ട് കൊണ്ടുപോയി രമേശ് ചെന്നിത്തല ഇട്ടതാണ് ഇതിലെ ക്ലാസിക് തീരുമാനം. കാരണം അരനൂറ്റാണ്ടായി അവിടെ ഭരണം കിട്ടിയിട്ടില്ല. അരനൂറ്റാണ്ടായി കോൺഗ്രസിന് ഭരണം കിട്ടാത്ത കോർപ്പറേഷൻ ഈ മറ്റ് സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ട്. പക്ഷേ കോഴിക്കോട്ട് ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് രമേശ് ചെന്നിത്തലയെ കൊണ്ടിട്ടത് രമേശ് ചെന്നിത്തല അവിടെ റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ്. കാരണം പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ മാറ്റിയിട്ടാണ് VD സതീശനെ നിയോഗിക്കുന്നത് രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് നിലവിൽ ഒരു കൃത്യമായ ഒരു ഉത്തരവാദിത്തം ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം പോയി ഒരു ഗോ ഗെറ്ററായി കൊണ്ടുവാ എന്ന് പറഞ്ഞാണ് RC എന്ന രമേശ് ചെന്നിത്തലയെ അവിടേക്ക് ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് എത്രത്തോളം അവിടുത്തെ സംഘടനാ സംവിധാനം ചലിപ്പിക്കാൻ കഴിയും, MK രാഘവൻ അടക്കമുള്ളവർ എത്രത്തോളം അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കോഴിക്കോട്ട് അറിയേണ്ടത്. പക്ഷേ അവിടെ ആ ടാർഗറ്റ് എത്തിപ്പിടിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. രമേശ് ചെന്നിത്തല ശ്രമിക്കട്ടെ, പക്ഷേ കഴിയില്ല എന്നതാണ് നമുക്ക് പ്രാഥമികമായി അവിടുത്തെ ഒരു വോട്ട് സമവാക്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഇനി ആൻഡോ സർ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. എന്തിനാണ് ഇവരെയൊക്കെ കൊണ്ടുപോയി ഇവിടെയൊക്കെ ഇട്ടിരിക്കുന്നത്? അങ്ങനെ ഇവരെ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട്, അതായത് CM ആസ്പിരൻസ്, മുഖ്യമന്ത്രി സ്ഥാനമോഹികളാണ് 3-4 പേര് ഇങ്ങനെ നിൽക്കുകയാണ്. ആ കസേരയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്ന 3-4 പേരുണ്ട് CM ആസ്പിരൻസ്. അപ്പോൾ ഈ CM ആസ്പിരൻസ് ആയിട്ടുള്ള ആളുകൾ അടക്കമുള്ളവരോട് ആദ്യം പറഞ്ഞത് എന്താണ്? നിങ്ങൾ സംസ്ഥാന ഭരണം പിടിക്കാനായി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓർഗനൈസ് ചെയ്യാനും അതിൽ മത്സരിക്കാനും അതിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആയിട്ട് നിൽക്കുന്നവരാണ് എന്ന ഒരു ബോധ്യം നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നിങ്ങൾ മുന്നിൽ നിന്ന് നയിക്കും. അങ്ങനെ നിങ്ങളൊരു എലീറ്റ് ക്ലാസ് ആണ് എന്ന ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചോളൂ എന്നതാണ് ഹൈക്കമാൻഡ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അതായത് താഴെ പോയി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബൂത്ത് തലം മുതൽ പഞ്ചായത്തിലും എല്ലായിടത്തും പോയി താഴെയുള്ള മനുഷ്യരെ കണ്ട്, അതായത് ജനങ്ങളിൽ നിന്ന് അകന്നുപോയി പിണറായി സർക്കാർ. അപ്പോൾ ജനങ്ങളിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ലത് ഏതാണ്? പഞ്ചായത്തും കോർപ്പറേഷനും ഈ വാർഡ് തലങ്ങളിലേക്ക് ഇറങ്ങി താഴെ തട്ടിലുള്ള ബൂത്തിലുള്ള ആളുകളെ പോയി കാണണം. താഴെയുള്ള മനുഷ്യരുമായി, സാധാരണ
മനുഷ്യരുമായി ഇടപഴകണം, അതിന് ഈ മുതിർന്ന നേതാക്കൾ തയ്യാറാകണം. അതിനാണ് അവരെ ഈ പല സ്ഥലങ്ങളിലേക്ക് ഡെപ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവരവിടെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കോഴിക്കോട്ടോ അല്ലെങ്കിൽ കൊച്ചിയിലോ ഇരിക്കും. അല്ലാതെ ഈ താഴെ തട്ടിലേക്ക് ഈ നേതാക്കളെല്ലാം പോകുമോ? ഞങ്ങൾ അതൊക്കെ പണ്ടേ ചെയ്തതാണ്, ഞങ്ങൾ അതൊക്കെ ചെയ്ത് വളർന്നു വന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആഠ്യത്വവുമായി അങ്ങനെ ഇരിക്കും. അങ്ങനെ ആഠ്യന്മാരായി ആരും ഇരിക്കേണ്ട എന്ന കൃത്യമായ സന്ദേശമാണ് AICC കൊടുത്തിരിക്കുന്നത്, ഹൈക്കമാൻഡ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ വസ്തുത. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യുന്നതിനുള്ള ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള സംവിധാനത്തെ ചലിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ചുമതല. ഇവർ മാത്രമാണോ? KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്. അവരെന്ത് വർക്കാണ് ചെയ്യുന്നത് എന്ന ചോദ്യം ഹൈക്കമാൻഡ് ചോദിക്കുന്നുണ്ട്. അവർ വർക്കിംഗ് പ്രസിഡന്റുമാരാണെങ്കിൽ കൃത്യമായി മേഖലാതലത്തിൽ ഈ സംവിധാനത്തെ ചലിപ്പിക്കണം. അപ്പോൾ തെക്കൻ മേഖലയെ ചലിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കൊടിക്കുന്നിൽ സുരേഷിന്, മധ്യമേഖലയിൽ TN പ്രതാപൻ, വടക്കൻ മേഖലയിൽ T സിദ്ദിഖ്. അപ്പോൾ ഇവരൊക്കെ കൂടി ഒരു മാരേജ് ഓഫ് കൺവീനിയൻസ് എങ്കിലും ഉണ്ടാക്കണം എന്നതാണ് ഹൈക്കമാൻഡ് പറയുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും, നിങ്ങൾ തമ്മിൽ ആശയ ഐക്യം ഉണ്ടാകില്ല, അതൊക്കെ അങ്ങ് മാറ്റിവെച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് ജയിക്കുന്നതിന് വേണ്ടിയെങ്കിലും ആ പടലപ്പിണക്കങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കണം എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു ആന്റി ഇൻകംബൻസി ഉണ്ട്, ഒരു ആന്റി പിണറായി തരംഗമുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ടും അത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഏറ്റവും വലിയ മണ്ടന്മാർ നിങ്ങളാണെന്ന് ചരിത്രം നിങ്ങളെ വിലയിരുത്തും എന്നുള്ള കൃത്യമായ സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞതിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഭരണത്തെക്കുറിച്ച് KC വേണുഗോപാൽ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ആശയത്തെ മാലിന്യവൽക്കരിക്കുന്ന ഭരണമെന്നാണ്. പ്രസംഗത്തിൽ പറഞ്ഞ വാചകമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആശയം എന്താണ്? കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് നേരത്തെ ആൻഡോ സർ പറഞ്ഞില്ലേ? MV ഗോവിന്ദൻ മാഷുടെ ആ പ്രസംഗത്തിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ എവിടെയാണ് ഈ പണത്തിനോടുള്ള ആർത്തി? പണത്തിനോടുള്ള ആർത്തി എന്നാണ് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. അപ്പോൾ ആ ആർത്തി മൂത്ത് ഭ്രാന്തായി നിൽക്കുന്ന ആളുകളൊക്കെ ആർത്തി അങ്ങോട്ട് മാറ്റിവെച്ച് ജനങ്ങളെ സേവിക്കുന്നതിൽ ആർത്തി കണ്ടെത്തണം, അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കുന്നതിൽ അവരിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിൽ വേണം നിങ്ങൾ കൂടുതൽ ഊന്നി നിൽക്കാൻ എന്ന് കൃത്യമായി പാർട്ടിയുടെ സംഘടനാ സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന സംസ്ഥാന സെക്രട്ടറി തന്നെ പല ഇടങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയും ഇതേ വാചകം പറഞ്ഞതാണ്, ഈ പണത്തിനോടുള്ള ആർത്തിയെക്കുറിച്ച്. ഒരാഴ്ച കഴിയുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുകയാണ് MV ഗോവിന്ദൻ മാഷ്. അതായത് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു പോയതല്ല, ഇത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നുള്ള സന്ദേശം പിണറായി വിജയന് കൂടിയുള്ള സന്ദേശമാണ്. നോക്കൂ, ഇപ്പോൾ മഴക്കാല പൂർവ്വ പ്രതിരോധ നടപടികളിലടക്കം പാളിപ്പോയിട്ടുണ്ട്. ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കത്തിൽ സമരവുമായി ഇന്ന് യൂത്ത് കോൺഗ്രസ് അടക്കം നഗരസഭയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ എവിടെയൊക്കെ ആക്രമിക്കാമോ അവിടെയൊക്കെ കടന്നാക്രമിക്കുക എന്ന നയത്തിലേക്ക് പ്രതിപക്ഷം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പെരുമാറ്റ രീതിയും ആർത്തിയും അതുപോലെ തന്നെ വൈകല്യങ്ങളും ഒക്കെയുള്ള ഇടതുപക്ഷത്തെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ കഴിയും. പക്ഷേ മറുഭാഗത്തുള്ള BJPയെ തോൽപ്പിക്കാൻ അത് പോരാ. കാരണം അവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഈ നേതാക്കളൊക്കെ താഴെത്തട്ടിലേക്ക് ഇറങ്ങണം. താഴെത്തട്ടിൽ എങ്ങനെയാണ് ഈ വോട്ടുകൾ ഇവർ സമാഹരിക്കുന്നത് എന്നുള്ളത് കണ്ടു മനസ്സിലാക്കണം. അതിനായി നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങൂ എന്ന കൃത്യമായ സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഈ നേതാക്കളെ എല്ലാവരെയും തുരത്തിവിട്ടതാണ് എന്നുള്ള അഭിപ്രായത്തോട് ഞാൻ ഒട്ടും തന്നെ യോജിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ വ്യക്തിപരമായ അഭിപ്രായമായി പറയുകയാണ്. KC വേണുഗോപാലാണ് നിലവിൽ കോൺഗ്രസിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാൻഡിഡേറ്റ്. മറ്റ് നേതാക്കളെക്കാൾ ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിന്റെ വിജയത്തിലടക്കം നിർണായക പങ്ക് വഹിച്ച KCക്ക് ഒപ്പം നിൽക്കാവുന്ന രീതിയിൽ പ്രകടനം കാഴ്ചവെക്കണമെങ്കിൽ ഈ കോർപ്പറേഷനിലൊക്കെ ഫൈറ്റ് ചെയ്ത് ഇവരൊക്കെ വരട്ടെ, ആസ്പിറൻസ് ഒക്കെ വരട്ടെ. നിലവിൽ ഇപ്പോൾ ആ റേസിൽ മുന്നിൽ നിൽക്കുന്നത് KC വേണുഗോപാൽ ആണ് എന്നുള്ളത് ഹൈക്കമാൻഡിനും അറിയാം, കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും അറിയാം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ അകൽച്ച വോട്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കും, അതിൽ സക്സസ്ഫുൾ ആകാൻ അവർ ശ്രമിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലെ നമുക്ക് വ്യക്തമാകും. ഒരു കാര്യം വളരെ കൃത്യമാണ്. രാഷ്ട്രീയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെങ്കിൽ കോർപ്പറേഷനുകളുടെ ചുമതലയല്ല കൊടുക്കേണ്ടിയിരുന്ന ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. അത് കൊടുക്കേണ്ടത് ജില്ലാ പഞ്ചായത്തിന്റെ ചുമതല. ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പുകളും, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം തെരഞ്ഞെടുപ്പുകളും പൊളിറ്റിക്കലായി വോട്ടിംഗ് നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്ക്. ജില്ലാ ചുമതലകൾ കൊടുത്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് നിങ്ങൾ കോർപ്പറേഷൻ കൊടുക്കുന്നതിന് പോലെ നിങ്ങൾ ജില്ലാ പഞ്ചായത്തിന്റെ ചുമതല വിരിച്ചു കൊടുക്കാത്ത എന്താ? തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് നിങ്ങൾ കൊടുക്കാത്ത എന്താ? അല്ല സുജി, ഒരു കാര്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ CPM-നും കോൺഗ്രസ് തമ്മിൽ താരതമ്യം ചെയ്യാൻ നോക്കുക. നമ്മുടെ ഈ ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി ആണല്ലോ. നമ്മൾ ഈ കോൺഗ്രസ്സിന് പറയുമ്പോൾ KPCC പ്രസിഡൻറ്റോട് യോജിച്ചിരിക്കുന്ന ഒരാളാണല്ലോ. ഗോവിന്ദൻ മാഷെ പിടിച്ചിട്ട് നമ്മൾ എറണാകുളം കോർപ്പറേഷൻ്റെ ചുമതല കൊടുക്കും നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കാൻ പറ്റും നിങ്ങളെ കൊണ്ട്? ഈ പറഞ്ഞ CPM-ന്റെ ഈ തലമുതിർന്ന നേതാക്കന്മാരെ ആരെങ്കിലും ഈ പറഞ്ഞ LDF-ന്റെ കൺവീനറിനെ പിടിച്ചിട്ട് ഈ പറഞ്ഞ കോഴിക്കോട് പിന്നെ കോർപ്പറേഷൻ്റെ ചുമതല കൊടുക്കും? അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്? കാരണം അങ്ങനെയല്ലെന്നേ, DCC-കളെ പുനരുജ്ജീവിപ്പിക്കേണ്ടതെന്നേ. DCC-യെ പുനരുജ്ജീവിപ്പിക്കാതെ പാർട്ടിയുടെ അടിത്തറകളെ വിപുലപ്പെടുത്താതെ നേതാക്കന്മാരെ കോർപ്പറേഷൻ എപ്പോഴും ഗ്ലാമറാണ്. ആ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നു എന്ന് കരുതി തിരുവനന്തപുരം LDF-ന് കിട്ടില്ല. കൊല്ലം കോർപ്പറേഷൻ പിടിക്കുന്നു കരുതി കൊല്ലവും പാർലമെന്റ് ഇലക്ഷനും നിയമസഭ ഇലക്ഷനും നമ്മൾ ആരെങ്കിലും അങ്ങനെ കാണുന്നുണ്ടോ? പാർലമെന്റ് ഇലക്ഷന് രാജ്യത്തോട് രാഷ്ട്രീയ തീരുമാനമേ അല്ല. ഏതോ
നല്ല രാഷ്ട്രീയ തീരുമാനമേ അല്ല. അല്ല കാരണം കോർപ്പറേഷൻ്റെ ചുമതല കൊണ്ട് സംസ്ഥാന നേതാക്കന്മാർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമല്ല. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്ത് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാനില്ല. ഈ നേതാക്കന്മാരെ ഒതുക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് എന്നുള്ളതിനകത്ത് എനിക്കൊരു സംശയമില്ല. കാരണം എന്താണ്, ഇത്രയും വലിയ നേതാക്കന്മാരെ കൊണ്ടിട്ട് ഓരോ കോർപ്പറേഷനിൽ കൊടുക്കുക എന്ന് പറയുന്നതിൽ അത്ര ചെറിയ കാര്യമില്ലെന്ന് ഈ നേതാക്കളൊക്കെ അങ്ങനെ അല്ല. ആൻഡോ സർ പറഞ്ഞതുപോലെ എതിർപ്പുണ്ടെങ്കിൽ അത് പറയാത്ത ആളുകളാണോ കെ സുധാകരനും വി ഡി സതീശനും? ഒരു മൈക്ക് നീക്കി വെക്കുന്നതിന് വരെ അടിയുണ്ടാക്കിയവരാണ്. ആരും മിണ്ടിയില്ലല്ലോ, എല്ലാവരും പഞ്ചമുച്ചമടക്കിയ ഇവിടെ പിണറായി വിജയൻ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഇടതുപക്ഷത്ത് നടക്കുന്നുള്ളൂ, അതുപോലെ കോൺഗ്രസിൽ നടപ്പാക്കാൻ ഇപ്പോൾ കെ സി വേണുഗോപാലിനറിയാം. അതാണ് പറയാം. അതല്ല കേട്ടോ കേഡർ സംവിധാനം. പിണറായി വിജയൻ പറഞ്ഞതുപോലെ അല്ല ഇപ്പോൾ CPM നടക്കുന്നത്. പിണറായി വിജയനെ തിരുത്താൻ വേണ്ടി ഒരു ബ്രാഞ്ച് കമ്മിറ്റിക്ക് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെ തിരുത്താൻ വേണ്ടിയാണ് താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള ചർച്ചകൾ നടന്നതും അതിലൊരു ഭാഗമാണ് ഇന്നും പത്തനംതിട്ടയിൽ ആവർത്തിച്ചത്. സ്വഭാവത്തിലുള്ള മാറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് ആവർത്തിച്ചത് അവിടെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഒരു തിരുവനന്തപുരത്തെ തിരുവല്ലയിലെ ഒരു ജില്ലാ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി അംഗം തിരുവല്ലയിലെ ലോക്കൽ കമ്മിറ്റി അംഗം സജിയെ ആ ലോക്കൽ കമ്മിറ്റി ഭാരവാഹിത്വത്തിൽ നിന്ന് അംഗം എന്ന നിലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ലോക്കൽ കമ്മിറ്റിയിൽ ഒരു അംഗത്തെ താഴെത്തട്ടിലേക്ക് മാറ്റിയത് കേരളം ചർച്ച ചെയ്യുന്നത് CPM-ൽ മാത്രമാണ്. അത് ലോകത്തിലെ ഒരു സംഘടനയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ലോകത്തിൽ കാരണം 8 അംഗങ്ങളോ 7 അംഗങ്ങളുള്ള ലോക്കൽ സെക്രട്ടറിന്റെ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ കാര്യം പറയുന്നത്. ലോക്കൽ കമ്മിറ്റി ഇവിടെ DCC കമ്മിറ്റി അംഗത്തിന്റെ നമ്മൾ കണ്ടതല്ലേ. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ TN പ്രതാപന്റെ ആണല്ലോ പിന്നെ മധ്യമേഖലേന്റെ ചാർജ് കൊടുത്തിരിക്കുന്നത്. 3 വൈസ് പ്രസിഡന്റുമാരെ 3 റീജന്റെ ചാർജ് കൊടുത്തില്ല. ഉത്തരമേഖല, മധ്യമേഖല, ദക്ഷിണ മേഖല 3 ചാർജ് കൊടുത്തു. TN പ്രതാപനെയാണ് തൃശ്ശൂരിന്റെ ചാർജ് അടക്കമുള്ള മധ്യമേഖലേന്റെ ചാർജ്. TN പ്രതാപനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് തൃശ്ശൂർ നടക്കുന്നത്. പ്രത്യേകിച്ച് അന്വേഷണ കമ്മീഷൻ വന്നേക്കുക. കോൺഗ്രസ് തീർക്കും സാർ, തീർത്താൻ നല്ലത്. തീരാതെ നോക്കിയാൽ മതി. അകൽച്ച ഉണ്ടാക്കാനോ എന്നതാണ് ചോദ്യം. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇനി BJP-യുടെ ഫേസ് ആരെന്നുള്ളതാണ് ചോദ്യം. എല്ലാത്തിനും ഫേസായി. പക്ഷെ BJP-യുടെ ഫേസ് ആരാ? കഴിഞ്ഞ മെട്രോമാൻ ശ്രീധരനായിരുന്നു. ഇത്തവണ ശ്രീധരൻ മാഷ് വരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇത്തവണ ഇല്ല, അദ്ദേഹം അവസാനിപ്പിച്ചു. പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കെ സുരേന്ദ്രൻ എന്നൊരു പേരും ഒരു നേതാവും ഒരു മുഖവും 20% എത്തിച്ച ഒരു പാർട്ടി ജനങ്ങൾ അംഗീകരിക്കുന്ന മുഖം എന്ന രീതിയിലുള്ള ഒരു നേതാവ് എന്ന നിലയിലാണ്. അപ്പം കഴിഞ്ഞ തവണ അങ്ങനെ ഒരു നേതാവിനെ പുറത്തുനിന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു, അത് പരാജയപ്പെട്ടു. സുരേഷ് ഗോപി കൊണ്ടുവന്നു, നല്ല സ്ട്രാറ്റജി ആയിരുന്നു. പക്ഷേ ഇനി നിയമസഭയിൽ അങ്ങനെ പുറത്തുനിന്ന് ആര് വരും എന്നൊരു ചോദ്യമുണ്ട്. അകൽച്ച വോട്ടാക്കിയോ എന്ന ചോദ്യത്തിന്, വോട്ടാക്കാനോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് തന്നെയാണ് 4 പേരുടെയും അഭിപ്രായം. മീഡിയ എഡിറ്റേഴ്സ് എന്നിവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം നാളെ. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. Meet the editors.